Meet the editors. പ്രതിപക്ഷം പ്രതിരോധത്തിലോ എന്നാണ് ചോദ്യം കരിമണൽ വിഷയത്തിൽ. ഉണ്ണി ബാലകൃഷ്ണൻ, 2017-2020 ഈ CMRL എക്സാലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാട് നടക്കുന്നത്. പിന്നീട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ IT സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്ന ഘട്ടത്തിലാണ് ഇത് മാസപ്പടി എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. പുതുപ്പള്ളിയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ആ പത്രവാർത്ത വരുന്നത്. മനോരമയാണ് ആ വാർത്ത കൊണ്ടുവരുന്നത്. പിന്നീടാണ് വലിയ വിവാദങ്ങൾ കത്തിപ്പടരുന്നത്. ആദ്യം വിജിലൻസ് കോടതിയിൽ പോകുന്നു. ഗിരീഷ് ബാബു ആദ്യം ഒരു പരാതി നൽകുന്നു, അത് തള്ളുന്നു. അതിനെതിരെ വീണ്ടും മാത്യു കുഴൽനാടൻ റിവിഷൻ പെറ്റീഷനുമായിട്ട് പോകുന്നു. അതാണിപ്പോൾ തള്ളിയിരിക്കുന്നത്. ഗിരീഷ് ബാബു തള്ളിയ റിവിഷൻ പെറ്റീഷനും ഇതോടൊപ്പം തള്ളുന്നു. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ ഈ ഗിരീഷ് ബാബുവോ മാത്യു കുഴൽനാടനോ കോടതിയെ സമീപിച്ചത് രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ല എന്ന വിധി കൂടി ഹൈക്കോടതിയുടെ വിധിയിലുണ്ട്. എന്നാൽ തെളിവിൻ്റെ ഒരു കണികയുമില്ല, സംശയത്തിൻ്റെ മാത്രം രേഖകളേ ഉള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിലവിൽ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെയും വീണ വിജയനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രതിപക്ഷത്തിന് ഒരു തിരിച്ചടിയായി മാറുന്നുണ്ടോ? പ്രതിപക്ഷം യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലായോ? ഇത് പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയായി, പ്രതിപക്ഷം വലിയ പ്രതിരോധത്തിലായി എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. എന്താ സംഭവിച്ചതെന്ന് യഥാർത്ഥത്തിൽ മാത്യു കുഴൽനാടൻ തൻ്റെ പോക്കറ്റിൽ കിടന്ന പൈസ മുടക്കി കേരള ഹൈക്കോടതിയിൽ വന്ന് 2 ക്ലീൻ ചിറ്റ് വാങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണ തൈക്കണ്ടിക്കും കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സൗജന്യമായി പിണറായി വിജയനും വീണ തൈക്കണ്ടിക്കും ലഭിച്ചിരിക്കുന്നു. ഒരു പണിയും എടുക്കാതെ കോടതിയിൽ നിന്നൊരു ക്ലീൻ ചിറ്റ് അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്താ ഈ കേസ്? കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് കരിമണൽ കർത്ത ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോഡിയിലേക്ക് പോയിട്ട് താൻ മുടക്കിയ ചില പണത്തിന് നികുതി ഇളവ് നൽകണം എന്നാവശ്യപ്പെടുന്നു. അതിലൊരു പണമിടപാട് എന്ന് പറയുന്നത് വീണ വിജയൻ നടത്തുന്ന എക്സാലോജിക്കിന് നൽകിയ 1.72 crores ആണ്. 1,72,00,000 രൂപയുടെ ഇടപാടാണ്. അത് പരിശോധിക്കുന്ന ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് അവിടെ വീണ തൈക്കണ്ടിയിലെ ഈ എക്സാലോജിക് എന്ന കമ്പനി ഒരു സർവീസും നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തുന്നു. അവരുടെ ഒരു സോഫ്റ്റ്വെയറും അവിടെ ഇല്ല, ഒന്നാമതായി. 2, ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥർ, IT ഉദ്യോഗസ്ഥർ തന്നെ എഴുതി നൽകുന്നു വീണ തൈക്കണ്ടിയിലെ എക്സാലോജിക്കിൽ നിന്ന് ഞങ്ങൾക്കൊരു സേവനവും ലഭിച്ചിട്ടില്ല എന്ന്. അതോടുകൂടി ഈ സെറ്റിൽമെൻറ്റ് ബോഡിയുടെ അന്വേഷണം അവിടെ അവസാനിച്ചു. അപ്പോൾ എന്താ സെറ്റിൽമെൻറ്റ് ബോഡി പറഞ്ഞത്? നോക്കൂ, ചെയ്യാത്ത സേവനത്തിനാണ് നിങ്ങൾ ഈ പൈസ കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് നികുതി ഇളവ് നൽകാൻ കഴിയില്ല. അവിടെയാണ് സെറ്റിൽമെൻറ്റ് ബോഡി ഒരു തീർപ്പ് കൽപ്പിക്കുന്നത്. അവിടെ ഒരു അപ്പീലിന് സാധ്യതയില്ല. കാരണം ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോഡി എന്ന് പറയുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അവരൊരു തീർപ്പ് കൽപ്പിച്ചാൽ പിന്നെ അതിന് അപ്പീൽ പോകാൻ കഴിയില്ല. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടായി. എന്താണ് ആ പ്രശ്നം എന്ന് പറയുന്നത്? നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു വരി കൂടി എഴുതി വെച്ചു. ഈ വീണ തൈക്കണ്ടിൽ എന്ന് പറയുന്ന ആൾ സംസ്ഥാനത്തെ വളരെ പവർഫുള്ളായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകളാണ് എന്നുകൂടി എഴുതി വെച്ചു. അതോടുകൂടി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളുമൊക്കെ സംശയത്തിൻ്റെ നിഴലിലാകുന്നു. ഇതാണ് വിവാദങ്ങൾക്ക് തുടക്കമാകുന്നത്. ആ വിവാദം വളരെ ഭംഗിയായി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് മുതൽ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടേക്ക് വളരെ ഗംഭീരമായി തന്നെ പ്രതിപക്ഷം ഉപയോഗിച്ചു എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. പ്രശ്നം എന്താണ്? നോക്കൂ, ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് ഭരണഘടന നമുക്കെല്ലാവർക്കും ഉറപ്പ് തരുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? അത് ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനുള്ള അവകാശം. അത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ആർട്ടിക്കിൾ 32 പറയുന്നത് ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്നത് ഒരു പൗരൻ്റെ ഫണ്ടമെൻ്റലായ അടിസ്ഥാനപരമായ അവകാശമാണ് എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോഡി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണല്ലോ. അവിടെ സിവിൽ സർവൻസ് മാത്രമല്ല, ജുഡീഷ്യൽ ഓഫീസേഴ്സ് കൂടി ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ അതിനെ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് വിളിക്കുന്നത്. ആ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനം യഥാർത്ഥത്തിൽ ഇവിടെ സംശയത്തിന് നിഴലിൽ നിർത്തിയിരിക്കുന്ന ആരെയാണ്? പിണറായി വിജയൻ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ പിണറായി വിജയൻ എന്താണ് ചെയ്യേണ്ടത്? പിണറായി വിജയൻ്റെ ഡിഗ്നിറ്റിയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. ഫണ്ടമെൻ്റൽ റൈറ്റ് സ്ഥാപിച്ച് കിട്ടാനുള്ള അവകാശമുണ്ട്. തന്നെ കളങ്കിതനാക്കി നിർത്തിയിരിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൻ്റെ തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോകണ്ടേ പിണറായി വിജയൻ? വീണ വിജയൻ പോകണ്ടേ? കാരണം എന്താ? എല്ലാവരുടെയും അവകാശമാണ് നമുക്ക് അന്തസ്സായിട്ട് നിൽക്കാൻ കഴിയാന്നുള്ളത്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പിണറായി വിജയനെങ്കിൽ നമുക്കിത് മാറ്റിവെക്കാം. ഇത് പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരാളാണ്. അദ്ദേഹത്തെയാണ് കളങ്കിതനാക്കി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനം നിർത്തിയിരിക്കുന്നത്. ഇത് റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ പോകണം. പോയില്ല. എന്തുകൊണ്ടാണ് പോകാത്തത്? പോയാൽ ആരാണ് അവിടെ സാക്ഷിയായിട്ട് വരിക? ഈ ക്വാസി ജുഡീഷ്യൽ ബോഡിയിലെ ഉദ്യോഗസ്ഥരാണ് സാക്ഷിയായിട്ട് വരിക. സുപ്രീം കോടതി അവരെയാണ് വിളിച്ചു വരുത്തുക. അവരെഴുതി വെച്ചൊരു റിപ്പോർട്ടിനെതിരായിട്ട് അവരവിടെ മൊഴി കൊടുക്കുമോ? അവരതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുക. അങ്ങനെയാണെങ്കിൽ അതൊരു തിരിച്ചടിയാവുമോ? തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ആ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന പിണറായി വിജയൻ അങ്ങനെ ഒരു ലീഗൽ മൂവിന് പോകുന്നില്ല.
അങ്ങനെ ലീഗൽ മൂവിന് പോകാതെ നിശബ്ദനായിരിക്കുന്ന പിണറായി വിജയനും വേണ്ടിയിട്ട് മാത്യു കുഴൽനാടൻ അസലായിട്ടൊരു ലീഗൽ മൂവ് നടത്തി. എന്നിട്ട് വളരെ ഗംഭീരമായിട്ടൊരു ക്ലീൻ ചിറ്റ് ഇന്ന് കേരള ഹൈക്കോടതിയിൽ നിന്ന് വാങ്ങിച്ചങ്ങോട്ട് കൊടുത്തു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താ മാത്യു കുഴൽനാടൻ വീഴ്ച പറ്റിയത്? എവിടെയാണ് വീഴ്ച പറ്റിയത്? മാത്യു കുഴൽനാടൻ ഇവിടെ തെളിയിക്കാൻ ശ്രമിച്ചത് എന്തായിരുന്നു? മാത്യു കുഴൽനാടൻ പറയുന്നത് വീണ വിജയന് 1.72 കോടി രൂപ കൊടുത്തിരിക്കുന്നത്, ആ പണം യഥാർത്ഥത്തിൽ പോകുന്നത് പിണറായി വിജയനിലേക്കാണ്. ഇന്ന് ഇതിനകത്ത് എതിർക്കക്ഷി റെസ്പോണ്ടന്റ് ഒന്നാമത്തെ ആളാരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ ഒന്നാമത്തെ ആൾക്കാണ് ഈ പണം പോകുന്നത്. അങ്ങനെ ഒന്നാമത്തെ ആളിലേക്ക് ഈ പണം പോകണമെങ്കിൽ പിണറായി വിജയൻ എന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുക്കണം, അല്ലേ? അത് തെളിയിക്കണം. നിങ്ങൾക്ക് വെറുതെ ഒരാൾ പണം തരില്ലല്ലോ, ആ പണത്തിന് നിങ്ങളൊരു പ്രത്യുപകാരം ചെയ്യണമല്ലോ. അത് തെളിയിക്കാൻ കഴിഞ്ഞോ ഇല്ലെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഒന്നാമത്തെ ആരോപണം എന്തായിരുന്നു? പിണറായി വിജയൻ എന്ത് ഫേവറാണ് ചെയ്തത്? നമുക്കറിയാലോ, 2018 2019 ഉണ്ടായിട്ടുള്ള പ്രളയത്തിൻ്റെ കാലത്ത്, ആ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ധാരാളമായിട്ട് ആലപ്പുഴയിലെ തോട്ടപ്പള്ളി സ്പിൽവേയിൽ ധാതു മണൽ അടിഞ്ഞുകൂടി, അല്ലേ? ആ ധാതു മണലിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഇൽമനൈറ്റ് ധാരാളമായിട്ടുണ്ടാകും. ഇൽമനൈറ്റ് ആണ് ഈ പറയുന്ന കരിമണൽ കർത്താഹയുടെ കമ്പനിയുടെ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത്. ഈ ഇൽമനൈറ്റ് ഉള്ള ധാതു മണൽ സംസ്ഥാന സർക്കാർ ഈ കർത്തയുടെ കമ്പനിക്ക് നൽകി എന്നുള്ളതാണ് ഒരു ആരോപണം. അതാണ് ഒരു ഫേവറായിട്ട് ചെയ്തിരിക്കുന്നത്. കോടതി അത് പരിശോധിച്ചു. എന്നിട്ട് കോടതി എന്താ കണ്ടെത്തിയിരിക്കുന്നത് അറിയാവോ? ഒരു നോമും ലംഘിച്ചിട്ടില്ല എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കൃത്യമായ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ആ ഇടപാട് നടന്നിരിക്കുന്നത്. 1. 2, അത് നിലവിലുള്ള മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എവിടെയാണ് ഫേവറേറ്റിസം? കോടതി അത് തള്ളുന്നു. രണ്ടാമത്തെ കാര്യം എന്താ പറഞ്ഞത്? രണ്ടാമത്തെ കാര്യമായിട്ട് പറഞ്ഞത് ലാൻഡ് സീലിംഗ് എടുത്തു കളഞ്ഞു എന്നുള്ളതാണ്. ലാൻഡ് സീലിംഗ് മാറ്റി തരണമെന്ന് പറഞ്ഞിട്ട് ലാൻഡ് ആക്ട് പ്രകാരം ഒരു ആപ്ലിക്കേഷൻ കർത്തയുടെ കമ്പനി സംസ്ഥാന സർക്കാരിന് കൊടുത്തിരുന്നു. ആ സംസ്ഥാന സർക്കാരിന് കൊടുത്ത ആപ്ലിക്കേഷൻ മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസിന് കൈമാറിയിട്ട്, കൺസേൺ അതോറിറ്റി ആരാ? പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ആണ്. എന്നിട്ട് ഇതിനകത്ത് തീരുമാനമെടുക്കാൻ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു തീരുമാനമെടുക്കുന്നു. ആരാ തീരുമാനമെടുത്തത്? ആലപ്പുഴയിലെ കളക്ടർ ഒരു വലിയ യോഗം, ഉന്നതതല യോഗം വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹമാണ് ലാൻഡ് റവന്യൂ ആക്ട് പ്രകാരം ഈ സീലിംഗ് എടുത്ത് കളയുന്നത്. ഇവിടെ എങ്ങനെയാണ് ഫേവറിറ്റിസം ആരോപിക്കാൻ കഴിയുക? പിണറായി വിജയൻ വിളിച്ച് പറഞ്ഞ എന്തെങ്കിലും തെളിവുണ്ടോ? കർത്തയുടെ കമ്പനിക്ക് ഇങ്ങനെ ചെയ്തു കൊടുത്തേക്കണം എന്ന് പറഞ്ഞൊരു തെളിവ് ഹാജരാക്കാൻ കഴിയണ്ടേ? ഇവിടെ തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. പിന്നെന്താണ് കോടതി പറഞ്ഞത്? സസ്പീഷൻസ് മാത്രമാണ്, ചില സംശയങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. സംശയങ്ങൾക്ക് ഫാക്റ്റ് ആകാൻ കഴിയില്ല, വസ്തുതയാകാൻ കഴിയില്ല. നോ എവിഡൻസ്, ഒൺലി സസ്പീഷൻ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയുന്നത് വഴി യഥാർത്ഥത്തിൽ ഈ പ്രശ്നം അവസാനിച്ചു. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനും വസ്തുതാപരമായി മെറ്റീരിയൽ എവിഡൻസ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ പെറ്റീഷൻ തള്ളിക്കളയുന്നു എന്നാണ് ജസ്റ്റിസ് കെ ബാബു ഇന്ന് വിധിച്ചിരിക്കുന്നത്. ഇവിടെയാണ് രാഷ്ട്രീയമായ തിരിച്ചടി എന്ന് പറയുന്നത്. നോക്കൂ, ഇവർ ഈ കേസിന് പോയില്ലായിരുന്നെങ്കിലുണ്ടല്ലോ, കുറഞ്ഞ പക്ഷേ ഈ പുകവറ നിൽക്കുമായിരുന്നു, അല്ലേ? കേസിന് പോയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഇത് ഉപയോഗിച്ചല്ലോ. അതേപോലെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മണ്ഡലങ്ങളിലും ഈ പറയുന്ന എക്സാലോജിക്കും SFIO അന്വേഷണവും ഒക്കെ വളരെ വലിയ രീതിയിൽ ഉപയോഗിച്ചല്ലോ. അതേ കാര്യങ്ങളാണല്ലോ നിങ്ങൾ ഇനിയും ഉപയോഗിക്കാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതുപോലെ തന്നെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും പല മുനമൂർച്ച കൂട്ടി വെച്ചിരിക്കുന്നൊരു ആയുധമല്ലേ UDFിൻ്റെ കയ്യിൽ ഈ പറയുന്ന SFIOയുടെ അന്വേഷണം എന്ന് പറയുന്നത്, ഈ എക്സാലോജിക് അഴിമതി എന്ന് പറയുന്നത്. അത് ഡയറക്റ്റായിട്ട് ഇംപ്ലിക്കേറ്റ് ചെയ്യുന്നത് പിണറായി വിജയനെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ കൂടിയാണല്ലോ. അപ്പോൾ ആ ആരോപണത്തിന് ശക്തി കൂടുമല്ലോ, അല്ലേ? ആ ആരോപണത്തിന് വളരെ വേഗത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് സഞ്ചരിക്കുമല്ലോ. അങ്ങനെ ഒരു ആയുധം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് അതിൻ്റെ മുനയൊടിച്ച് കളയുന്നൊരു നീക്കമാണ് ഈ കുഴൽനാടൻ നടത്തിയതും ഇന്ന് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ക്ലീൻ ചിറ്റ് എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പാളിച്ചയായി പോയി എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ കേരളത്തിലെ വിജിലൻസ് അന്വേഷണത്തെക്കുറിച്ച് വലിയ മതിപ്പാണല്ലേ UDFിനും കോൺഗ്രസിനും ഒക്കെ. കാരണം വിജിലൻസ് മന്ത്രി ആരാണെന്നേ? വിജിലൻസ് മന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന വിജിലൻസിലേക്കാണ് മാത്യു കുഴൽനാടൻ ആദ്യം പരാതിയുമായിട്ട് പോകുന്നത്. കാരണം വിജിലൻസ് അങ്ങോട്ട് അന്വേഷിച്ചിട്ട് അതിമനോഹരമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇംപ്ലിക്കേറ്റ് ചെയ്യുമല്ലോ ഈ കേസിൽ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു കേസും കൊടുത്തു കളയാമെന്ന് വിചാരിക്കുന്ന ആ ബുദ്ധിയുണ്ടല്ലോ, ആ ബുദ്ധിയെ ഞാൻ സംശയത്തോടുകൂടിയാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ ഒന്നേ. ഇപ്പം നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കർണാടകയിലെ ലോകായുക്ത, ഇന്ത്യയിലെ തന്നെ ഏറ്റവും അഗ്രസീവായ ലോകായുക്ത, ഞാനത് പോസിറ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, ഈ അഗ്രസീവ് എന്നുള്ള വാക്ക്. ഈ കർണാടകത്തിലെ ലോകായുക്ത എന്താ ചെയ്തെന്നറിയാമല്ലോ നിങ്ങൾക്ക്? 2011 അന്ന് സന്തോഷ് ഹെഗ്ഡെയാണ് ലോകായുക്തയുടെ ജസ്റ്റിസ് എന്ന് പറയുന്നത്. സന്തോഷ് ഹെഗ്ഡെയാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മൈനിങ് കേസ് എടുത്തത്. ആ ലോകായുക്തയെ മൈനിങ് കേസ് എടുത്തത്. അന്ന് മുഖ്യമന്ത്രി ആരാ? BS യെദ്യൂരപ്പയാണ്, BJPയുടെ BS യെദ്യൂരപ്പയെ പ്രതിയാക്കിയ കേസ് എടുത്തത്. യെദ്യൂരപ്പയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പോകേണ്ടി വന്നു. ഈ കേസിൻ്റെ ജൂറിസ്ഡിക്ഷൻ എവിടെയാണ് ശരിക്കും പറഞ്ഞാൽ? ഈ പറയുന്ന എക്സാലോജിക്കിൻ്റെ ജൂറിസ്ഡിക്ഷൻ എവിടെയാണ്? ബാംഗ്ലൂരിലാണ് എക്സാലോജിക് കമ്പനി പ്രവർത്തിക്കുന്നത്. SFIOയുടെ അന്വേഷണത്തിനെതിരായിട്ട് വീണ തൈക്കണ്ടിൽ എവിടെയാ പോയത് കേസ്? കർണാടക ഹൈക്കോടതിയിലല്ലേ പോയത്. ഇവർ പോകേണ്ട എവിടെയാണ്? ലോകായുക്തയിലല്ലേ? ഈ കർണാടക ലോകായുക്തയിൽ വളരെ ഇപ്പം പോകാൻ പറ്റില്ല. എന്താണ്? അല്ലെങ്കിൽ കേരള സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയം കർണാടക ലോകായുക്ത അല്ലല്ല, ഇവിടെ ഈ കേരള സർക്കാരുമായിട്ട് അതാണ് അവിടുത്തെ പരാജയം. അതാണ് ഞാൻ പറയുന്നത്. ഈ കേസ് ഇങ്ങനെയല്ല പറയേണ്ടത്. പ്രൈവറ്റ് വ്യക്തിക്കെതിരെ വിജിലൻസ് അന്വേഷണം നിൽക്കത്തില്ല. അല്ല, ഞാൻ പറഞ്ഞുതരാം. അതെ അരുൺ, ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് നമ്മൾ വരുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കേസ് എങ്ങനെയാണ് കൊടുക്കേണ്ടിരുന്നതെന്ന് അറിയാവോ? ഈ കേസിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
13(1)(b) എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ട്. അതെന്താ? അഴിമതി നിരോധന നിയമമാണ് അല്ലേ? ആ വകുപ്പ് പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു പബ്ലിക് സർവൻ്റ് ആണെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ വരും, സുഹൃത്തുക്കൾ വരെ വരും, അവരാരെങ്കിലും ഒരു ഫേവർ നേടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കെതിരായിട്ടുള്ള അഴിമതി ആക്ഷേപമാണ്. അതായത് ഇപ്പോൾ ഞാനൊരു ഉദ്യോഗസ്ഥൻ്റെ ഒരു മോനോ അല്ലെങ്കിൽ മോൾക്കോ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നു, സ്നേഹം കൊണ്ടല്ല കൊടുക്കുന്നത് കേട്ടോ, അത് ഞാൻ ആ ഉദ്യോഗസ്ഥനിൽ എന്തെങ്കിലും ഒരു ഫേവർ നേടാനാണ് എങ്കിൽ അത് അഴിമതിയുടെ പരിധിയിൽ വരും. ആ കേസായിരുന്നു പിന്നെ കൊടുക്കേണ്ടിയിരുന്നത് എന്താണ്? വീണ തൈക്കണ്ടിക്ക് 1.72 കോടി രൂപ കൊടുക്കുന്നത് വഴി യഥാർത്ഥത്തിൽ ഇവരൊരു അഴിമതി നടന്നിരിക്കുന്നു, അവരൊരു സർവീസും ചെയ്തിട്ടില്ല. അപ്പോൾ സാക്ഷികളാരാ ഈ കേസിൽ? സാക്ഷികളാകുന്ന ആരാണെന്നറിയാമോ? ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ ഉദ്യോഗസ്ഥരാണ്. കാരണം അവരാണിത് കണ്ടെത്തിയിരിക്കുന്നത്, അവരാണിത് വന്ന് പറയേണ്ടത്. അപ്പോൾ കേസ് വേറെയായി. കേസ് അങ്ങനെ കൊടുക്കുന്നതിന് പകരം ഫേവർ ചെയ്തു കൊടുത്തു പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയനെ എതിർകക്ഷിയാക്കിക്കൊണ്ട് ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അത് അടപടലെ പൊളിഞ്ഞു. മറ്റേ കേസാണെന്ന് വിചാരിക്കുക, ഈ പറയുന്ന പിന്നെ ആർട്ടിക്കിൾ 13(1)(b) പ്രകാരം അഴിമതി നിരോധന നിയമപ്രകാരം ഒരു കേസ് ലോകായുക്തത്തിലേക്ക് പോയാലുണ്ടല്ലോ. നമ്മൾ ഏറ്റവും അടുത്ത ദിവസം കണ്ടൊരു കാര്യം എന്താ? ഈ കർണാടക ലോകായുക്തയിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ വിളിച്ചു വരുത്തിയവർ അല്ലേ? മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ വിളിച്ചു വരുത്തി. എന്തിനാണ് വിളിച്ചു വരുത്തിയത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 14 മുഡായിൽ പിന്നെ ഹൗസിംഗ് സൈറ്റ് കൊടുത്തതിൻ്റെ പേരിൽ അത് ഒഴിവാക്കേണ്ടി വന്നു സിദ്ധരാമയ്യക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ അവിടെ പോയിട്ട് ആ കേസ് കൊടുത്തിട്ട് ഫൈറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസിന് പൂർണ്ണമായും പാളി. കോൺഗ്രസിൻ്റെ ആ പാളിച്ച ആർക്കാണ് ഗുണകരമായത്? ഒരു പൈസ ചിലവില്ലാതെ ആർക്കാണ് ഗുണകരമായത്? ഇന്നിപ്പോൾ നമ്മൾ കണ്ടല്ലോ, നമ്മൾ കാണിച്ചു കൊടുത്തല്ലോ പ്രേക്ഷകർക്ക്. നിരന്ന് നിന്നാണ് CPM-ൻ്റെ നേതാക്കളും കേരളത്തിലെ മന്ത്രിമാരും ഒക്കെ പറയുന്നത് ഇപ്പോൾ എന്താ ഈ കേസ് എന്നുള്ളത്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യാഘാതം നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാവോ? രാഷ്ട്രീയ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ, അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിങ്ങൾക്ക് വിഷയം ഉന്നയിക്കാൻ കഴിയില്ല. കാരണം തെളിവില്ലാത്തൊരു കാര്യമാണ് കോടതി ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും ഇത് കേവലം അലിഗേഷൻസും സസ്പീഷനുമാണ്. ദെയർ ഇസ് നോ മെറ്റീരിയൽ എവിഡൻസ് എന്നൊരു കേരളത്തിലെ ഹൈക്കോടതി, പരമോന്നത കോടതി കേരളത്തിലെ ഹൈക്കോടതിയാണല്ലോ, ആ ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് പ്രചരണം നടത്താൻ കഴിയുമെന്നേ? യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ നാവടക്കുന്ന ഒരു നീക്കമാണ്, അല്ലെങ്കിൽ നാവടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അത് പരിപൂർണമായും അഡ്വാൻറ്റേജ് നൽകിയിരിക്കുന്നത് CPM-നാണ്. അത് പരിപൂർണമായും അഡ്വാൻറ്റേജ് നൽകിയിരിക്കുന്നത് വീണയ്ക്കും പിണറായി വിജയനുമാണ്. പിന്നെ ആകെപ്പാട് ആശ്വസിക്കാനുള്ള ഒരു കാര്യം എന്താ പറയുക? ഇത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്. രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസായിട്ട് ഇതിനെ കാണണ്ട. അത് വിജിലൻസ് കോടതി അങ്ങനെ പരാമർശിച്ചതിനെ ഹൈക്കോടതി റദ്ദാക്കിയിട്ടുണ്ട്. മാത്രമല്ല തെളിവുകളുമായിട്ട് വീണ്ടും നിങ്ങൾക്ക് സമീപിക്കാം എന്നുകൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ്. യഥാർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ വരി ആവർത്തിക്കുന്നു. മാത്യു കുഴൽനാടൻ സ്വന്തം പോക്കറ്റിൽ നിന്നുള്ള പൈസ മുടക്കി കേരള ഹൈക്കോടതിയിൽ വന്ന് 2 ക്ലീൻ ചിറ്റ് വാങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണ തൈക്കണ്ടിക്കും കൊടുത്തു എന്നതാണ് ഇന്നത്തെ സംഭവം, ഇന്ന് നടന്നിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സുജയ, മുഖ്യമന്ത്രിക്കെതിരെ പോരാടാൻ പോയി ഉണ്ടായിരുന്ന വിശ്വാസ്യത കൂടി പോയി നിൽക്കുകയാണ് മാത്യു കുഴൽനാടൻ ഒരു MLA എന്ന നിലയിൽ എന്നതാണ് ഇന്നത്തെ ഹൈക്കോടതിയിലെ ഈ ഒരു പരാമർശങ്ങൾ വന്നതിന് ശേഷം മാത്യു കുഴൽനാടന്റെ ഒരു റിയൽ പൊസിഷൻ എന്ന് പറയുന്നത്. മാത്യു കുഴൽനാടൻ ശരിക്കും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക് കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ഒക്കെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. കാരണം CPM-ന്റെ ഒക്കെ അവരുടെ ഒരു ആഹ്ലാദം നമുക്ക് ആ ഓരോ പ്രതികരണങ്ങളിലും കാണാൻ കഴിയും. SFIയുടെ അന്വേഷണം തുടങ്ങിയപ്പോൾ പ്രതിരോധത്തിലായതായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കേസിന്മേലുള്ള ഹൈക്കോടതിയിൽ നിന്നുള്ള സിംഗിൾ ബെഞ്ചിൽ നിന്നുള്ള പരാമർശങ്ങൾ വന്നതോടുകൂടി കുറച്ചൊന്ന് നടുനിവർത്ത് നിൽക്കാനായിട്ടുള്ള ഒരു ആർജവത്തിലേക്ക് ഇടതുപക്ഷം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നതാണ് വസ്തുത. ഇനി ഇതിൽ ഓരോ കാര്യങ്ങളായി നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തിരുവനന്തപുരം വിജിലൻസ് കോടതി വിചാരണ നടത്തി എന്നതായിരുന്നു ആദ്യത്തെ പ്രധാനപ്പെട്ട വാദമായി മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് വിചാരണയല്ല, അങ്ങനെ ഒരു ട്രയൽ അല്ല, അത് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് കോടതി തന്നെ പറയുകയാണ്. അത് കൃത്യമായി പറയുന്നുണ്ട് പാര 56-ൽ. ദ ലേണഡ് കൗൺസിൽ ഫോർ ദ റിവിഷൻ പെറ്റീഷണർ സബ്മിറ്റഡ് ദാറ്റ് ദ കോർട്ട് ബിലോ ഹാസ് കണ്ടക്ടഡ് എ മിനി ട്രയൽ weighing and sifting evidence. The learned counsel for the revision petitioner contended that the special court treated the facts as non-facts. അപ്പോൾ അവിടെ വസ്തുതകൾ, രേഖകൾ ഒക്കെ നൽകി. അപ്പോൾ അത് കൈരേഖ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്ന് ചർച്ച ചെയ്തതാണ്. ആ രീതിയിൽ ഇവിടെയും ഹൈക്കോടതിക്കും ആ രേഖയൊക്കെ കൈരേഖയായിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഫാക്സിനെ നോൺ ഫാക്സായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു, വിചാരണ തുടങ്ങിയ വാദങ്ങളൊന്നും നിന്നില്ല. അതൊന്നാമത്തെ കാര്യം. അത് വലിയ തിരിച്ചടി തന്നെയാണ് മാത്യു കുഴൽനാടന്. കാരണം ഒരു നിയമ വിദഗ്ധനായ അല്ലെങ്കിൽ പ്രാക്ടീസിംഗ് ലോയർ ആയിട്ടുള്ള മാത്യു കുഴൽനാടൻ, അതാണ് ശരിക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ശരിക്കുണ്ട്. അപ്പോൾ മാത്യു കുഴൽനാടന്റെ ഒരു മെറിറ്റിനെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ മാത്യു കുഴൽനാടൻ ഈ ചെയ്തത് നടൻ ബാല പറയുന്നത് പോലെ ദിസ് ഇസ് റാങ്, തെറ്റിപ്പോയി, ഈ ഒരു വഴി തന്നെ തെറ്റിപ്പോയി എന്നുള്ളതാണ് വസ്തുത. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ വസ്തുതകൾ പരിഗണിച്ചില്ല. ഇതിൽ എന്താണ് കയ്യിലുണ്ടായിരുന്ന വസ്തുത എന്നതാണല്ലോ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. ആ വസ്തുതകളെക്കുറിച്ചും കോടതിയുടെ ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. മാത്യു കുഴൽനാടൻ കൊടുത്ത തെളിവ് എന്താണ്? തെളിവ് എൻ്റെ കയ്യിലുണ്ട്, അത് കൊടുക്കേണ്ടിടത്ത് കൊടുക്കും എന്നാണ് രാഷ്ട്രീയ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി മാത്യു കുഴൽനാടൻ വാർത്താ
സമ്മേളനത്തിലടക്കം പറഞ്ഞിരുന്നത്. അതിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള വാർത്താ സമ്മേളനങ്ങളും മാത്യു കുഴൽനാടൻ നടത്തിയത് നമ്മുടെ മുന്നിലുണ്ട്. അതിന് ഇന്ന് കോടതി കൊടുക്കുന്ന മറുപടി ദ ക്വസ്റ്റ്യൻ ഓഫ് ദ അഡ്മിസിബിലിറ്റി ഓഫ് ദ എൻട്രീസ് ഇൻ ദ ഡയറി മെയിൻറ്റൈൻഡ് ബൈ വൺ ഓഫ് ദ ഒഫീഷ്യൽസ് ഓഫ് CMRL ആൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബൈ ഹിം ബിഫോർ ദ ഇന്ററിം ബോർഡ് ഓഫ് സെറ്റിൽമെന്റ് ബേസ്ഡ് ഓൺ സച്ച് എൻട്രീസ് ഈസ് ഇമ്പോർട്ടന്റ്. അതായത് ഈ ഡയറി കുറിപ്പുകൾ, അതുപോലെ തന്നെ CMRLന്റെ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിരിക്കുന്ന നോട്ടുകൾ, ഇതൊക്കെയാണല്ലോ പ്രധാനമായും രേഖയാണ് എന്ന് പറഞ്ഞ് കൊണ്ടുകൊടുത്തത്. പക്ഷേ ഈ രേഖകളെ സംശയം തോന്നിപ്പിക്കുന്ന രേഖകൾ എന്നാണ്, അത് രാഷ്ട്രീയമായി ആ മറുപടി തന്നെ CPIM നൽകിക്കൊണ്ടിരുന്നതാണ്. ഇന്ന് CPIMന് ശരിക്കും പറഞ്ഞാൽ ബിഗ് അഡ്വാൻറ്റേജ് ഡേ ആണ്. ശരിക്കും അവർക്ക് ആ ക്യാമ്പിന് ആഘോഷിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് ഓരോ പരാമർശവും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സംശയത്തിന് പുറത്ത് പൊതുപ്രവർത്തകർക്ക് നേരെ അന്വേഷണം നടത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇങ്ങനെയുള്ള എൻട്രീസിന്റെ ഒരു എവിഡൻഷ്യറി വാല്യൂ, അതായത് ആ എവിഡൻസുകൾ നിലനിൽക്കുമോ, അതിന്റെ മൂല്യം എത്രത്തോളമാണ്, അതിന് CBI വേഴ്സസ് VC ശുക്ല സ്യൂട്ടാണ് ചൂണ്ടിക്കാട്ടുന്നത്. 1998 കേസാണ്. അതിൽ സെക്ഷൻ 34 എവിഡൻസ് ആക്ടിന്റെ സെക്ഷൻ 34 ഇതിൽ ആപ്ലിക്കബിൾ ആണോ, അതിൽ സുപ്രീം കോടതിയുടെ വിധിന്യായം കോട്ട് ചെയ്യുന്നുണ്ട്. സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനെയുള്ള എൻട്രീസ്, ഇപ്പോൾ ഈ മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടിയ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിശ്വാസയോഗ്യമായ രേഖയായി ചൂണ്ടിക്കാട്ടിയ ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽസ് അവർ കൊടുത്ത ഈ CMRLലെ ഉദ്യോഗസ്ഥരുടെ കൈവശമുണ്ടായിരുന്ന രേഖകൾ, അതുപോലെ തന്നെ കുറിപ്പുകൾ, ഈ കുറിപ്പുകളെല്ലാം വലിയ രേഖയാണെന്ന് പറയുമ്പോൾ സുപ്രീം കോടതി തന്നെ ജയിൻ ഹവാല കേസാണ്. അതെ, 98-ലെ അതെ. അപ്പോൾ അതിൽ CBI ആയിരുന്നു ഒരു ഭാഗത്ത്, മറുഭാഗത്ത് VC ശുക്ലയും. അപ്പോൾ ആ കേസ് കൂടി ഇതിനകത്തേക്ക് കോട്ട് ചെയ്യുകയാണ്. അന്ന് സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എവിഡൻസ് ആക്ടിന് കീഴിൽ ഇത്തരം രേഖകൾക്ക് ഒരു വാല്യൂ ഇല്ല, വാലിഡിറ്റി ഇല്ല എന്നാണ്. നിലനിൽക്കാത്ത ആ രേഖകൾ, അതാണ് ഇത്രയും നിയമം പഠിച്ച മാത്യു കുഴൽനാടൻ ഇപ്പോൾ കേസ് നടത്താനായി പ്രതിപക്ഷത്തെ വേറെ ഏതെങ്കിലും ഒരു MLA പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നിയമം അറിയാത്തത് കൊണ്ടാണെന്ന് പറയാം. പക്ഷേ നിയമം പഠിച്ച, നിയമം പ്രാക്ടീസ് ചെയ്യുന്ന മാത്യു കുഴൽനാടൻ ഇത് എന്ത് പറ്റിയെന്നുള്ളതാണ് പ്രതിപക്ഷ തിരിക്കുന്ന ആളുകൾ പോലും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അധികം പേരൊന്നും പിന്താങ്ങി വരുന്നതും നമ്മൾ കണ്ടില്ല. ഇന്നത്തെ ചർച്ചകളൊക്കെ ഞാൻ നോക്കി, അധികം പേരെയൊന്നും പുറത്തേക്ക് പോലും കാണുന്നില്ല. ആരും പ്രതിരോധിക്കാൻ പോലും പറ്റാത്ത വിധം വലിയ നാണക്കേടിലേക്ക് മാത്യു കുഴൽനാടന് പിന്നിൽ ഇവരുണ്ടായിരുന്നില്ല. അതെ, അത് കാരണം ഇതിന്റെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് എത്രത്തോളം അബദ്ധമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടായിരിക്കും. VD സതീശന് പോലും മനസ്സിലായിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ പൊക്കിപ്പിടിച്ച് അപ്പം തന്നെ VD സതീശൻ പിന്തുണയുമായി രംഗത്ത് വരേണ്ടതാണ്. പക്ഷേ VD സതീശന് പോലും ഇതിലെ ഒരു നിലനിൽപ്പ് ഉണ്ടാകില്ല എന്നുള്ളത് അന്നേ മനസ്സിലായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി ഈ ബുക്കുകളിൽ നടത്തിയിരുന്ന, അതായത് അക്കൗണ്ട്സ് ബുക്കുകളിലെ ചില പേജുകൾ, അതൊക്കെയാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ഇതിൽ ഈ മനോഹർലാൽ ശർമ്മ, VC ശുക്ല ഈ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, എ മെറ്റീരിയൽ വിച്ച് ഈസ് prima facie not admissible cannot be relied upon by a court of law to take cognizance of an offence in the absence of any other credible material. മറ്റൊരു വിശ്വാസയോഗ്യമായ ഒരു തെളിവില്ലാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള രേഖകളാണ് പ്രധാന തെളിവായി കൊണ്ടുവരുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ആ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അതിവിടെ കോട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി മാത്യു കുഴൽനാടൻ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയാലും ഈ രേഖയല്ലേ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളൂ. ഇനി പുതുതായി ഒരു രേഖയും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ രേഖയും കൊണ്ട് ഇനി മുന്നോട്ട് നിയമ പോരാട്ടം തുടരുമെന്നാണ് അദ്ദേഹം പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നിയമ പോരാട്ടത്തിന് അദ്ദേഹം പോകുമ്പോൾ രേഖ വേണം. രേഖയില്ലാതെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ആ രേഖയില്ല എന്നുള്ളത് ഒരു വസ്തുതയുമാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, സംശയം തോന്നിക്കുന്ന രേഖകളെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. സംശയം തോന്നിക്കുന്ന രേഖകൾ എന്ന് പറയുന്നത് അലിഗേഷൻസ് ആണ്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കൊണ്ടുള്ള അൺനെസസറി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷനെ അൺനെസസറി എന്ന് പറയുന്നത് കോടതി തന്നെയാണ്, അല്ലാതെ രാഷ്ട്രീയമായിട്ടുള്ള മറുപടിയല്ല. അതും CPIMന് ഒരു വെയിറ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ വെയിറ്റേജ് കൊടുക്കുന്ന ഒരു കാര്യമായി അവിടെ നിൽക്കുകയാണ്. ഇനി ഒരു പബ്ലിക് സർവൻറ്റ്, അതായത് മുഖ്യമന്ത്രിയാണല്ലോ ഇവിടുത്തെ പബ്ലിക് സർവൻറ്റ്, ഓപ്പോസിറ്റ് പാർട്ടിയായി നമ്പർ 1 ആയി നിൽക്കുന്നത് ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ ഉണ്ണിസാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്കെതിരെ ഇത് കേരള ഹൈക്കോടതിയിൽ പോയി കൊടുത്തത് വലിയ മണ്ടത്തരമായി പോയി. കാരണം മുഖ്യമന്ത്രിക്കെതിരെ എടുക്കാൻ പറയുന്നത് എന്താണ്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് കൊണ്ടുള്ള ആക്ഷനാണ്. അതിലും ചില വിധികൾ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉണ്ണിസാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിഗ്നിറ്റി, സെൽഫ് റെസ്പെക്ട് ആൻഡ് ഇമേജ് ഇൻ ദ സൊസൈറ്റി, അതിനെ ഹനിക്കുന്ന രീതിയിൽ കൃത്യമായ രേഖകളില്ലാതെ ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അത് നിലനിൽക്കില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട്. വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല, സംശയത്തിന് പുറത്ത് പൊതുപ്രവർത്തകർക്കെതിരെ അന്വേഷണം നടത്താൻ കഴിയില്ല എന്നതാണ് കോടതി വ്യക്തമായി തന്നെ പറയുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പെറ്റീഷണറുടെ ഒരു താല്പര്യം എന്ന് പറയുന്നത് കൂടിയുണ്ടല്ലോ, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പെറ്റീഷണറുടെ ഒരു താല്പര്യം എന്താണ്? പെറ്റീഷണറുടെ താല്പര്യം എന്ന് പറയുന്നത് വീണ വിജയനും മുഖ്യമന്ത്രി പിണറായി വിജയനും മാത്രമാണ്. ഈ കരിമണൽ വിഷയത്തിൽ കർത്തയുടെ ഡയറിയിൽ പേരുണ്ടായിരുന്ന മറ്റു ചുരുക്കപ്പേരുകൾ ഉണ്ടല്ലോ. അതിൽ രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ ഞാൻ തന്നെയാണ് RC എന്ന് സമ്മതിച്ചു. അതിൽ മറ്റു പേരുകളുണ്ട്. PV എന്നത് പിണറായി വിജയനാണെന്ന് പറയുന്നു, മറ്റാരോ ആണെന്ന് പറയുന്നു. ഹൂവർ ഇറ്റ് ഈസ്, ആ പേരുകാരെല്ലാവരും ഉണ്ട്. അതിൽ കൂടുതലും UDF നേതാക്കളാണ്.
അപ്പോൾ ആ നേതാക്കൾക്കെതിരെ ഒന്നും അന്വേഷണം വേണ്ട, ഇതിലെ ഒരേ ഒരു വീണയ്ക്കെതിരെ മാത്രമുള്ള അന്വേഷണം എന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു അതിനകത്താണ് കോടതി ഇപ്പോൾ ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമല്ല, അതെ. അത് രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പറയുന്നുണ്ട്. അല്ല, അതിൽ മാത്രമല്ല, ഏതൊരു പൗരനും അതുപോലെ തന്നെ മറ്റേ സുജയ ചൂണ്ടിക്കാണിച്ച മറ്റേ പിന്നെ ശുക്ലയുടെ അതാന്ന് വെച്ചാൽ ആ ഡയറിയിൽ ഇവരെഴുതി വെച്ചിരിക്കുക, പിന്നെ RCPV എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുക. ഇവർക്കൊക്കെ പൈസ അതെടുക്കാൻ പറ്റില്ല. അതായത് കൊടുത്ത മൊഴിയുണ്ടല്ലോ, അതായത് അവിടെ ഈ ഫിനാൻസ് ഓഫീസറോട് ചോദിക്കുമ്പോൾ 2019 റെയ്ഡിന്റെ സമയത്താണ് ഇത് കുറിപ്പ് എഴുതുന്നത്. 2019 അവിടുത്തെ ഫിനാൻസ് ഓഫീസർ സതീഷ് മറ്റോ ആണ് പേര്. അപ്പോൾ അയാളുടെ വീട്ടിൽ നടക്കുന്ന റെയ്ഡിൽ, ഓഫീസിൽ നടക്കുന്ന റെയ്ഡിലും ആർക്കൊക്കെ പണം നിങ്ങൾ കൊടുത്തതായിട്ട് അറിയുന്നത് അയാൾ ഓർമ്മയിൽ നിന്നെടുത്ത് ചില പേരുകൾ പറയുകയാണ്. അപ്പോൾ PV, OC എന്നൊക്കെ ഈ ഉദ്യോഗസ്ഥരെ അതിൽ എഴുതി വെക്കുക. അത് ഉദ്യോഗസ്ഥർ എന്നെ തെളിവായിട്ട് കൊടുത്താൽ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ചോദ്യം. അതെ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ CPIM-നെ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വരെ ഈ മാത്യു കുഴൽനാടൻ അടക്കമുള്ള പ്രതിപക്ഷത്തെ ചൂണ്ടുവിരലിൽ നിർത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഈ കോടതി വിധിയിലൂടെ ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലേക്ക് വന്നു വീണിട്ടുണ്ട്. ഉണ്ണിസാർ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. അതായത് പിണറായി വിജയന് ഒരു വരം കൊടുക്കുന്നത് പോലെയാണ് മാത്യു കുഴൽനാടൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. അതായത് ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയ ഒരു കേസാണ്. SFIയുടെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നു. ആ അന്വേഷണത്തിൽ ഒരു പക്ഷേ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തൽ ഇടത് ക്യാമ്പുകളിലുണ്ട്. അതുകൊണ്ടാണ് വലിയ രീതിയിൽ പ്രതിരോധിച്ചവർ രംഗത്ത് വരാത്തത്. പക്ഷേ ഇവിടെ പ്രതിപക്ഷം നടത്തുന്ന, പ്രധാനമായും പ്രതിപക്ഷമായി നിന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ്, UDF ആണ്. അപ്പോൾ അവർ നടത്തുന്ന ആ ഒരു ആക്രമണത്തിൻ്റെ പൂർണ്ണമായും അതിന് ഇനി ആയുധമേ ഇല്ലാത്ത വണ്ണം അവരെ നിരായുധരാക്കുന്ന തരത്തിലാണ് ഈ ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. ഇതിൽ ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ദ റിവിഷൻ പെറ്റീഷണർ ഹാഡ് നോട്ട് ടേക്കൺ എനി സ്റ്റെപ്സ് അഗെയിൻസ്റ്റ് അതർ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഹൂസ് നെയിംസ് വെയർ ഹൈലൈറ്റഡ് ആസ് പേഴ്സൺസ് ഹു റിസീവ്ഡ് പേയ്മെന്റ്സ് ഫ്രം CMRL. അപ്പോൾ അതിൽ പറയുന്നത് രമേശ് ചെന്നിത്തല വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ആൻഡ് അനദർ, അതിൽ പറയുന്നത് പോലെ പ്രസിംഗ് ഇൻവെസ്റ്റിഗേഷൻ അഗെയിൻസ്റ്റ് റെസ്പോണ്ടന്റ് നമ്പേഴ്സ്, അതായത് ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഈ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ച ആ ഒരു കാര്യം അവിടെയാണ് പറയുന്നത്. ഇതിൽ അതിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വാചകം കൂടി രാഷ്ട്രീയമായി വായിക്കേണ്ടതാണ്. എനി മെമ്പർ ഓഫ് സൊസൈറ്റി മസ്റ്റ് ഹാവ് ദ ലോക്കസ് സ്റ്റാൻഡി ടു ഇനിഷ്യേറ്റ് എ ക്രിമിനൽ പ്രൊസീഡിംഗ് ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ദ സൊസൈറ്റി. ഇതിൽ സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് എന്താണ്? പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിനപ്പുറം സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് എന്താണ്? സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനും സമൂഹത്തിന്റെ ഭാഗമാണ്. എൻ്റെ അതിലെ എല്ലാ ചുരുക്കപ്പേരുകാരും ശിക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ എല്ലാ ചുരുക്കപ്പേരുകാരും ഈ പണം വാങ്ങിയിട്ട് എന്താണ് സഹായം ചെയ്തു കൊടുത്തത് എന്നത് അറിയണം എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ സ്റ്റാൻഡ്. ന്യായമായും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ആ പേരുകാർ ആരൊക്കെയാണ്, ഇത്രയും കോടികൾ മറിഞ്ഞത് എങ്ങനെയാണ്, അതിന്റെ പേരിൽ എന്ത് സേവനമാണ് ചെയ്തു കൊടുത്തത്. അല്ലാതെ എക്സാലോജിക്ക് മാത്രം ചെയ്തു കൊടുത്ത സേവനം അറിയാനല്ല പൊതുസമൂഹം കാത്തിരിക്കുന്നത്. അത് കോടതി കൃത്യമായി വരച്ചിടുന്നുണ്ട്. അപ്പോൾ ഇതിൽ റിവിഷൻ പെറ്റീഷണർ ഈസ് എ പൊളിറ്റിക്കൽ ലീഡർ ആൻഡ് എ മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഏത് പാർട്ടിയുടെ നേതാവാണ്, ഏത് പാർട്ടിയുടെ MLA ആണ് എന്നതുകൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. ദ ഫാക്ട്സ് laid on by the petitioner might probably have sparked suspicion. It was premature for the special court to make an observation that political motive might have triggered the revision petition. അങ്ങനെ അത് പറയുന്നില്ല എങ്കിൽ പോലും വ്യംഗ്യമായി ഇക്കാര്യങ്ങൾ അതിന് മുൻപുള്ള വരികളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ കാണേണ്ടതാണ്. അവിടെ വിചാരണ കോടതിക്ക് തെറ്റുപറ്റിയെന്ന് സ്ഥാപിക്കാൻ കഴിയുന്നില്ല. വിചാരണ കോടതി ഫാക്സിനെ നോൺ ഫാക്സായി കണ്ടു എന്നുള്ളത് അംഗീകരിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മാത്യു കുഴൽനാടനെ പൂർണ്ണമായും ഇന്നത്തെ ഈ വിധിന്യായം അല്ലെങ്കിൽ ഇന്നത്തെ ഈ കോടതി നടപടികൾ എന്ന് പറയുന്നത് പൂർണ്ണമായും ഡിഫൻസിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഡിഫൻസിൽ കളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. പൂർണ്ണമായും മാർക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് പ്രതിപക്ഷത്തെ എന്ന് വേണം ഈ കാര്യത്തിൽ മനസ്സിലാക്കാൻ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. ഇതിൽ ഞാൻ വിചാരിക്കുന്നത് മാത്യു കുഴൽനാടൻ രക്ഷപ്പെട്ടു എന്നാണ് കേട്ടോ. അതെങ്ങനെ? കാരണം ഇതിൽ ഏതെങ്കിലും തരത്തിൽ വിജിലൻസ് അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ ആ വിജിലൻസ് അന്വേഷണം ആർക്കൊക്കെ എതിരെ വരുമായിരുന്നു? ഒന്ന്, ഈ പറയുന്ന ഫിനാൻസ് ഓഫീസറുടെ രേഖകളിൽ കണ്ടെത്തിയിരിക്കുന്ന, കുറിപ്പടിയിൽ കണ്ടെത്തിയിരിക്കുന്ന എല്ലാ പേര് ചുരുക്കെഴുത്തുകാർക്കെതിരെയും വരുമായിരുന്നു. അതിലൊന്ന് ഉമ്മൻചാണ്ടിയാണ്, മറ്റൊന്ന് രമേശ് ചെന്നിത്തലയാണ്, മറ്റൊന്ന് PK കുഞ്ഞാലിക്കുട്ടിയാണ്, മറ്റൊന്ന് ഇബ്രാഹിം കുഞ്ഞാണ്, പിന്നെ PV. അത് പിണറായി വിജയൻ നിഷേധിച്ചിട്ടുണ്ട്, ഞാനല്ല. ഇതിൽ 2 പേർ മാത്രമാണ് പരസ്യമായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് രമേശ് ചെന്നിത്തലയാണ്, മറ്റൊന്ന് ഈ പറയുന്ന PK കുഞ്ഞാലിക്കുട്ടിയാണ്. എൻ്റെ സംശയം മാത്യു കുഴൽനാടൻ യഥാർത്ഥത്തിൽ ഈ രമേശ് ചെന്നിത്തലയ്ക്കും PK കുഞ്ഞാലിക്കുട്ടിക്കും കൊടുത്തൊരു പണിയാണോ എന്ന് പോലും സംശയിച്ചു പോയി ഒരു ഘട്ടത്തിൽ. കാരണം ഇവർ 2 പേരും മാത്രമാണ് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഒരു പക്ഷേ പണം വാങ്ങിയിട്ടുണ്ടാകും, പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവാം. പക്ഷേ കുഴപ്പമാണ്. കാര്യം ഇത് നടക്കുന്നതെന്നാണ് 2016 ശേഷമുള്ള കണക്കുകളാണ് ഈ പരിശോധിച്ചിരിക്കുന്നത്. അന്ന് ഈ പണം ഇങ്ങനെ കൈമാറുന്ന സമയത്ത് ഡീമോണിറ്റൈസേഷന് ശേഷം 2018 ശേഷം പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ, അതിത്ര തുക കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമാണ്. നമ്പർ 1. നമ്പർ 2, ഇത് പാർട്ടിയിൽ അടച്ചു എന്നുള്ളതിൻ്റെ കണക്ക് ഇവർ കാണിക്കേണ്ടി വരും.
നമ്പർ 3, പാർട്ടി അത് ഇലക്ഷൻ ഫണ്ടിൽ കാണിക്കുന്നതായിട്ട് കണക്കാക്കേണ്ടി വരും. ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൻ്റെ അന്ന് സമർപ്പിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫണ്ടിങ്ങിൽ ഈ CMRLൻ്റെ പേരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം വലിയ വിവാദങ്ങൾ നടക്കുമ്പോൾ, പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ, അതല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ അത് റൈറ്റ് ഇൻഫർമേഷൻ പ്രകാരം പുറത്തു വരുമായിരുന്നു. അങ്ങനെ വന്നാൽ യഥാർത്ഥത്തിൽ ഇതിൽ ഉമ്മൻചാണ്ടി കുടുങ്ങില്ല, ഇബ്രാഹിം കുഞ്ഞിനും വേണമെങ്കിൽ അത് നിഷേധിക്കാം, അത് ഞാനില്ല. പക്ഷേ പേര് പറഞ്ഞ, ഞാനിത് കോൺഗ്രസിൽ അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടിയും എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ഒരു നിമിഷം ഈ കേസ് കൊടുത്തപ്പോൾ ഞാൻ ആലോചിച്ചത്. അതുകൊണ്ടാണ് കോൺഗ്രസിലെയും UDFിലെയും ഭൂരിപക്ഷം ആളുകളും മാത്യു കുഴൽനാടനെ ഈ വിഷയത്തിൽ പിന്താങ്ങാതെ പോയത്. ഇതൊരു തെറ്റായ നീക്കമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ഈ കേസിൽ ഒരു കഴമ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇത് ഒരുപക്ഷെ CPM വരുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ഈ CMRL എക്സാലോജിക്കുന്നതിന് പ്രതിപക്ഷത്തിന് ഒരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. പക്ഷേ ആ ഇടപാട് നടന്നതിലുള്ള അന്വേഷണം അവിടെ നടക്കുന്നുണ്ട്. അത് SFIയുടെ അന്വേഷണമല്ലേ, അതിലേക്ക് ഞാൻ വരാൻ പോകുന്നത്. മാസപ്പടി എന്നൊരു വാക്ക് പോലും മിണ്ടാൻ പറ്റാത്ത രീതിയിൽ പ്രതിപക്ഷത്തെ പൂട്ടിക്കളഞ്ഞു മാത്യു കുഴൽനാടൻ. ഇതാണ് ഇതിൽ സംഭവിക്കാൻ പോകുന്നത്. മാസപ്പടി എന്നൊരു വാക്ക് പറയാൻ പറ്റുമോ? കാരണം വിജിലൻസ് ഹൈക്കോടതിയാണ് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുന്നത്. മാസപ്പടിയാണ് ഇത് എന്നുള്ളതിനൊരു തെളിവില്ല, ഫേവറേറ്റിസം നടന്നു എന്നുള്ളതിനൊരു തെളിവില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ഹൈക്കോടതിയാണ്. അപ്പോൾ മാസപ്പടി വിവാദത്തിൻ്റെ ശവപ്പെട്ടിയിലടിച്ച അവസാനത്തെ ആണിയാണ് അത് മാത്യു കുഴൽനാടൻ്റേത്. ഒരുപക്ഷെ വീണ തേക്കണ്ടിയുടെ വീട്ടിൽ മാത്യു കുഴൽനാടൻ ഈ വീടിൻ്റെ ഐശ്വര്യം, എക്സാലോജിക്ക് കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുമായിരുന്നെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ മാത്യു കുഴൽനാടനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ എഴുതി വയ്ക്കാമായിരുന്നു. കാര്യം ഇതിനേക്കാൾ വലിയൊരു ക്ലീൻ റെഫറൻസ് ഈ പറയുന്ന സർക്കാരിന് കിട്ടാനില്ല മാത്യു കുഴൽനാടൻ കൊടുത്ത കേസിൽ. ഇനി ഞാൻ ഈ കേസിൻ്റെ 1-2 പ്രധാനപ്പെട്ട ആസ്പെക്റ്റിലേക്ക് വരാം. ഇതിൽ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്തൊരു കരാറുണ്ട്. ആ കരാർ സംഭവിച്ചത് 2004 AK ആൻ്റണി അന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് CMRLന് ഒരു 15/9/2004 CMRLൻ്റെ ഉപകമ്പനിയായ KRELന് ഈ കരിമണൽ ഖനനം ചെയ്യാനുള്ള 4 ലൈസൻസുകൾ കൊടുത്തു. നമ്മളെല്ലാവരെയും ഞെട്ടിച്ച VM സുധീരനടക്കം രംഗത്ത് പരസ്യമായി വന്ന് വലിയ വിവാദമുണ്ടായി. 10 ദിവസം മാത്രമേ ഈ ലൈസൻസിൻ്റെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ഓൺലി 10 days, 10 ദിവസം കൊണ്ട് സ്റ്റേ വാങ്ങിച്ചു. അതിനുശേഷം പിന്നീട് KRELന് ഈ 4 ലൈസൻസിൻ്റെ ഭാഗമായിട്ട് മൈനിങ് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ആരാണ് CMRLന് സ്വകാര്യ ഖനനത്തിനുള്ള അനുമതി കൊടുത്ത കേരളത്തിലെ ഒരേ ഒരു സർക്കാർ? അത് AK ആൻ്റണി സർക്കാരാണ്. എന്നാ കൊടുത്തത്? 15/9/2004. ആ കൊടുത്ത ലൈസൻസിൻ്റെ പുറത്ത് 10,000 കോടിയുടെ ഇടപാട് നടന്നു എന്നുള്ളതാണ് ആരോപണം. അതിൻ്റെ ഭാഗമായി വലിയ പ്രതിഷേധം കേരളക്കരയാകെ കണ്ടു. അതിൻ്റെ ഭാഗമായി ആ സ്വകാര്യ കമ്പനിക്ക് കരിമണൽ ഖനനത്തിനുള്ള KRELന് കൊടുത്ത ലൈസൻസ് സ്റ്റേ ചെയ്യുന്ന അവകാശമുണ്ടായി. അടുത്തിടെയാണ് ആ സ്റ്റേ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും ആ ലൈസൻസ് റദ്ദാക്കിക്കൊണ്ട് തീരുമാനമെടുക്കുന്നത്. മാത്യു കുഴൽനാടൻ ഈ കോടതിയിൽ പോയപ്പോൾ ഈ ഉത്തരവ് എന്തുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ റദ്ദാക്കിയില്ല എന്നൊരു കണ്ടൻഷൻ കൂടി ഉന്നയിച്ചിരുന്നു കേട്ടു. ഞാനൊന്ന് ആലോചിക്കായിരുന്നു, അത് എന്തുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയ്ക്ക് പോലും ഈ AK ആൻ്റണി ആണ് സ്വകാര്യ ലൈസൻസിങ്ങിന്, അഥവാ സ്വകാര്യ കമ്പനിക്ക് കരിമണൽ ഖനനം ചെയ്യാനുള്ള ഒരു ലൈസൻസ് കൊടുത്തത് എന്ന് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൂടി മാത്യു കുഴൽനാടൻ ഇത് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അപ്പോൾ ആദ്യത്തെ കാര്യം, ഈ കേരളത്തിൽ ആകെ ഒരേ ഒരു സർക്കാർ മാത്രമാണ് സ്വകാര്യ മേഖലയിലെ കരിമണൽ ഖനനത്തിനുള്ള അനുമതി നൽകിയത്. അത് AK ആൻ്റണി സർക്കാരാണ്. അത് 15/9/2004 കൊടുത്ത KREL എന്ന CMRLൻ്റെ 49% ഓഹരിയുള്ള ഉപകമ്പനിക്ക് കൊടുത്ത കരാറാണ്. കേവലം 10 ദിവസം മാത്രം നിന്ന 10,000 കോടിയുടെ ഇടപാട് പിന്നീട് സ്റ്റേ ചെയ്യപ്പെട്ടു. ഈ കരാറ് യഥാർത്ഥത്തിൽ റദ്ദാക്കുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ്. VSൻ്റെ കാലത്താണ്. പിന്നീട് എന്താ സംഭവിച്ചത്? ഈ കരിമണൽ ഖനനം എന്നുള്ളത് കേരളത്തിൽ പൊതുമേഖലയിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന ആർജവമുള്ള നിലപാടെടുക്കുന്നത് VS സർക്കാരിൻ്റെ കാലത്താണ്. അന്ന് ഇന്ത്യയിൽ മറ്റെല്ലായിടങ്ങളിലും കരിമണൽ ഖനനം സ്വകാര്യ ഏജൻസിക്ക് നടത്താമായിരുന്നു എന്നുവരെ 2019 ദേശീയ നിയമം വരുന്നതുവരെ. 2019 ദേശീയ നിയമമാണ് കരിമണൽ ഖനനം പൊതുമേഖലയിലേക്ക് മാത്രമാക്കി മാറ്റി ചുരുക്കുന്നത്. അത് മാത്യു കുഴൽനാടൻ്റെ കണ്ടൻഷനിലുമുണ്ട്. അപ്പോൾ 2019 വരെ ഈ വിഷയത്തിൽ ഏതെങ്കിലും ഒരു സർക്കാർ സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് UDF സർക്കാർ മാത്രമാണ്. അത് 2004 എന്നുള്ളതാണ് ഇതിലെ ഫാക്ട് നമ്പർ 1. ഫാക്ട് നമ്പർ 2, ഇനി ഞാൻ ഈ കേസിൻ്റെ 3 പ്രധാനപ്പെട്ട മാത്യു കുഴൽനാടൻ്റെ ആർഗ്യുമെൻറ്റുകളിലേക്ക് വരാം. പത്രസമ്മേളനം ഞാൻ ഇന്ന് ഒന്നുകൂടി എടുത്ത് കേട്ടു. അന്ന് മാത്യു കുഴൽനാടൻ പിണറായി വിജയൻ ഫേവറേറ്റിസം കാണിച്ചു എന്നതിനുള്ള തെളിവുകൾ ഇതാണ് എന്ന് പറഞ്ഞ് ഹാജരാക്കിയ തെളിവുകൾ. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച ആ തെളിവുകൾ അടക്കം 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, ഇത് സ്പെഷ്യൽ കോർട്ടിൻ്റെ ഫൈൻഡിംഗ് ആയിട്ട് പാര നമ്പർ 14 ഇന്നത്തെ വിധിയിൽ വളരെ കൃത്യമായിട്ട് എഴുതി വയ്ക്കുന്നുണ്ട്. മാസപ്പടി കേസ് ഫോളോ ചെയ്യുന്ന എല്ലാവരും കൃത്യമായി മനസ്സിരുത്തി പഠിക്കേണ്ടത് ഈ കേസിൽ എന്തെങ്കിലും ഒരു സാധ്യതയുള്ളതായി മാത്യു കുഴൽനാടന് തോന്നിയ സംശയങ്ങളാണ്. ആ സംശയങ്ങൾക്കുള്ള ഉത്തരം വളരെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ സംശയം നമ്പർ 1, ഈ KMMലും IRELലുമാണ് ഈ കേരളത്തിൽ
കരിമണൽ ഖനനം നടത്തുന്ന 2 പൊതുമേഖലാ കമ്പനികൾ. അതിൽ KMML കേരള സർക്കാരിൻ്റെയും IREL കേന്ദ്ര സർക്കാരിൻ്റെയും ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ്. ഇതിൽ KMML-ഉം IREL-ഉം തമ്മിൽ കരാറുണ്ട്, IREL-ഉം CMRL-ഉം തമ്മിലും കരാറുണ്ട്. എന്നാൽ KMML-ഉം CMRL-ഉം തമ്മിൽ കരാറില്ല. അപ്പോൾ KMML എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസി ഇതിൽ നിന്ന് മണൽ ഖനനം ചെയ്ത് IREL-ന് കൊടുത്ത് IREL നിന്ന് ഇൽമനേറ്റ് ആര് വാങ്ങും? CMRL വാങ്ങും. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോൾ KMML-ന്റെ ഒരു ആനുകൂല്യം CMRL-ന് കിട്ടിയെന്ന ആർഗ്യുമെൻ്റ് നിലനിൽക്കുമോ? നിലനിൽക്കില്ല. ഇനി അത് കൊടുക്കുന്നെങ്കിൽ ആര് വഴിയായിരിക്കും കൊടുക്കുക? IREL വഴിയായിരിക്കും കൊടുക്കുക. IREL വഴി കൊടുത്തു എന്നൊരു ആരോപണം മാത്യു കുഴൽനാടൻ ഉന്നയിക്കുമ്പോൾ തെളിവെന്തെങ്കിലും ഉണ്ടോ? ഒരു തെളിവും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. അല്ല, പക്ഷേ CMRL KSIDC-ക്ക് 13%. അത് KSIDC, ഞാൻ KMML പറഞ്ഞത്. അതെ, ആയിക്കോട്ടെ. ഞാൻ സംസ്ഥാന സർക്കാരിന്റെ റോൾ എവിടെയാണ് വരുന്നത്? CMRL KSIDC-ക്ക് 13% പിന്നെ ഷെയർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ പ്രോഫിറ്റ് ഷെയർ വരുന്നത് KSIDC. വരാൻ പോകുന്നത് അതാണ് അടുത്ത രണ്ടാമത്തെ പോയിന്റ്. ഇത് ഞാനിപ്പോൾ പറയുന്നത് ഈ കരിമണൽ വരുന്ന റൂട്ടാണ് പറയുന്നത്. അതിൽ KSIDC ഒരു റോളും ഇല്ല. KSIDC അതിന്റെ പങ്കാളിത്തമേ ഉള്ളൂ. അതിന്റെ പ്രോഫിറ്റ് ഷെയറിംഗിലാണ് KSIDC പങ്ക് വരുന്നത്. അതല്ലാതെ കരിമണൽ ഖനനവുമായി അതുകൊണ്ടാണ് കേസിന് പോകുന്നത്. അല്ല, ഞാൻ KSIDC കുറിച്ച് പറഞ്ഞതേ ഇല്ല. KSIDC കുറിച്ച് ഞാൻ പറയാൻ പോകുന്നേ ഉള്ളൂ. അത് അടുത്ത ഘട്ടത്തിലാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് KMML-ഉം IREL-ഉം തമ്മിലാണ് കോൺട്രാക്ട്, IREL-ഉം CMRL-ഉം തമ്മിലാണ് കോൺട്രാക്ട്. അതുപ്രകാരമാണ് ഇൽമനേറ്റ് IREL-ൽ നിന്ന് കിട്ടുന്നത്. അതാണ് പേജ് നമ്പർ 14 പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CMRL-ന് KMRL ഏതെങ്കിലും തരത്തിൽ കരിമണൽ കൊടുത്തു എന്നൊരു വാദം മാത്യു കുഴൽനാടനില്ല. KMML അത് കൊടുക്കാത്തിടത്തോളം കാലം കേന്ദ്ര സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനം ഏതെങ്കിലും തരത്തിൽ ഇൽമനേറ്റ് CMRL-ന് കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഫേവറേറ്റിസം കേരള സർക്കാർ കാണിച്ചു എന്ന് പറയാൻ കഴിയില്ല. സിമ്പിൾ ലോജിക്കല്ലേ? അത് പക്ഷേ എങ്ങനെയാണ് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? ഇതൊരു ഗൂഢാലോചനയായിരുന്നുവെന്നും പ്രത്യേകിച്ച് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോ റേറ്റിൽ ഇൽമനേറ്റ് കിട്ടാൻ കാരണമായി എന്നും അത് KMML-ൻ്റെയും IREL-ൻ്റെയും കൂടെ ഒത്തുകളിയാണെന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ്റെ ആരോപണം. പക്ഷേ അങ്ങനൊരു ആരോപണത്തിനൊരു തെളിവില്ല. ഒരു തെളിവ് ഇല്ലെന്ന് മാത്രമല്ല, അതിലും വലിയ കോമഡി സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇൽമനേറ്റ് അന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തെടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ കിട്ടി എന്നുള്ളതായിരുന്നു വാദം. അത് വളരെ കൃത്യമായി നിലവിലുള്ള നോംസ് അനുസരിച്ചായിരുന്നതാനും എന്നു മാത്രവുമല്ല, കോടതി പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിൽ പുറത്തുനിന്ന് വിദേശത്തു നിന്ന് കൊണ്ടുവരുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ക്വാളിറ്റിയുള്ള ഇൽമനേറ്റ് നമ്മുടെ നാട്ടിൽ ലഭിക്കുമ്പോൾ അതിൻ്റെ ലാഭം സ്വാഭാവികമായ കമ്പനിക്ക് കിട്ടും. അതിനെ നിങ്ങൾ എങ്ങനെയാണ് ഫേവറേറ്റിസമായിട്ട് ചിത്രീകരിക്കാൻ കഴിയുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട. ലോ റേറ്റിൽ കൊടുത്താൽ പറയാം. ഇവിടെ നോംസിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നോംസിന്റെ അടിസ്ഥാനത്തിൽ 466 രൂപയും കണ്ടാണ്. 466 രൂപ എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ആണ്. മാർക്കറ്റ് പ്രൈസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫേവറേറ്റിസം പറയാൻ പറ്റില്ല. അതാണ് the complaint does not contain any allegation that CMRL obtained raw materials such as ilmenite for a low price. കുറഞ്ഞ വിലയ്ക്ക് കിട്ടി എന്ന് സ്ഥാപിക്കാനുള്ള ഒരു തെളിവും ഹാജരാക്കാൻ സാധിച്ചില്ല. When raw materials are available locally, പ്രാദേശികമായി ലഭിക്കുമ്പോൾ the cost of procurement may be less compared to procurement from abroad. വിദേശത്ത് നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിലായിരിക്കും എന്നുള്ളത് വളരെ അസന്ദിഗ്ധമായിട്ട് തന്നെ വളരെ കൃത്യമായി തന്നെ കോടതി പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ ആർഗ്യുമെന്റ് നിലനിൽക്കില്ല. ആർഗ്യുമെന്റ് നമ്പർ 1 പൊട്ടിപ്പോയി. ആർഗ്യുമെന്റ് നമ്പർ 2, രണ്ടാമത്തെ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ സൂചിപ്പിച്ചതാ ലാൻഡിന്റെ സീലിംഗുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ. അതിൽ ഉണ്ണിബാലകൃഷ്ണൻ പറഞ്ഞത് കൂടാതെ ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ലാൻഡ് സീലിംഗുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷ ഈ KREML കൊടുക്കുന്നുണ്ട്. KREML കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി അത് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസിന് കൊടുക്കുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി അത് ആലപ്പുഴ കളക്ടർക്ക് കൊടുക്കുന്നു. ആലപ്പുഴ കളക്ടർ എന്ത് ചെയ്യുന്നു? KREML-ന് അനുകൂലമായിട്ട് തീരുമാനം എടുക്കുന്നു. പക്ഷേ സർക്കാർ എന്ത് തീരുമാനം എടുത്തത്? പാരാ നമ്പർ 14(2) പറയുന്നുണ്ട് 28/4/2023 ആലപ്പുഴയിലെ കളക്ടർ കൊടുത്ത KREML-ന് അനുകൂലമായിട്ടുള്ള ലാൻഡ് സീലിംഗിൻ്റെ ഉത്തരവ് കേരള സർക്കാർ റദ്ദാക്കി. കേരള സർക്കാർ എന്താ ചെയ്തത്? 1/28/2023 the request of KREML seeking land exception was rejected by the government. ഗവൺമെന്റ് റിജക്റ്റ് ചെയ്യുന്നത് വീണ്ടും കൊടുത്തു. 28/4/2023 കൂടാതെ 25/10/2023 വീണ്ടും KREML സർക്കാർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നു. പിന്നീട് എങ്ങനെ ഫേവറേറ്റ് ചെയ്യുന്ന? നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെ ഫേവറേറ്റിസം ആവുക? അതിന് മാത്യു കുഴൽനാടൻ പറയുന്നത് അത് റിജക്റ്റ് ചെയ്യാനെടുത്ത കാലതാമസം, ആ സമയത്ത് ഈ പറയുന്ന പണം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നാണ് പറയുക. ഇതെന്ത് ലോജിക്കാ? നിങ്ങളൊരു പണം കൊടുത്താൽ അത് റിജക്റ്റ് ചെയ്യലല്ലോ ചെയ്യുക. അൾട്ടിമേറ്റ്ലി അതും കളക്ടറുടെ ഉത്തരവ് അനുകൂലമായിരിക്കെ, ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ഉത്തരവ് KREML-ന് അനുകൂലമായിരിക്കെ സംസ്ഥാന സർക്കാർ അങ്ങനൊരു തീരുമാനമെടുത്താൽ അതിൽ എവിടെയാണ് ഫേവറേറ്റിസം ഉണ്ടാവും എന്ന് പറയാൻ കഴിയുക? അപ്പോൾ രണ്ടാമത്തെ വാദവും അടപടലം പൊളിഞ്ഞുപോയി. മൂന്നാമത്തെ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ KMMലും CMRലും തമ്മിലുള്ള നേരിട്ടുള്ള ഇടപാടില്ലായിരുന്നു. ആ ഇടപാടില്ലാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഫേവറിറ്റിസം കാണിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മാത്രമല്ല, ഈ പേപ്പർ തുണ്ടികളിൽ തെളിവുകൾ ശേഖരിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ അഴിമതി നിരോധന നിയമപ്രകാരം നിലനിൽക്കുന്നതല്ല എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ച ശുക്ല കേസുമായി ബന്ധപ്പെട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാത്രവുമല്ല, the mere allegation of the supply of ilmenite by IRL to CMRL is not sufficient to conclude that CMRL received a favor in return of alleged payment എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു കാര്യം കൂടി, നെക്സ്റ്റ് പോയിന്റ്, ഇന്ന് പൊളിഞ്ഞു പോയ മറ്റൊരു ആർഗ്യുമെന്റ് ആണ്. അതാണ് ഏറ്റവും രസകരമായ ആർഗ്യുമെന്റ്. അതാണ് ഞാൻ സൂചിപ്പിച്ച 15/9/2004 AK ആന്റണി കൊടുത്ത ഉത്തരവ് പ്രകാരം KREMLന് 4 ലൈസൻസ് കൊടുത്തത് സ്റ്റേ ചെയ്യാൻ എന്തുകൊണ്ട് വൈകി എന്നുള്ളതായിരുന്നു. സ്റ്റേ ചെയ്യാനല്ല, റദ്ദാക്കാൻ എന്തുകൊണ്ട് വൈകി. സ്റ്റേ ചെയ്ത 10 ദിവസത്തിന് ശേഷമാണെങ്കിലും ഇതിൽ VACBയിൽ, വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ 5/10/2023 മാത്യു കുഴൽനാടൻ പോകുമ്പോഴാണ് ഇത് റദ്ദാക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നത്. പക്ഷേ AGയോട് അതിന് മുമ്പ് തന്നെ നിയമോപദേശം ചോദിച്ചിരുന്നു. മാത്രമല്ല, KRELന് ഒരു തുണ്ട് ഭൂമിയിൽ നിന്ന് കരിമണൽ ഖനനം ചെയ്യാനുള്ള പെർമിഷൻ സർക്കാർ കൊടുത്തിട്ടുമില്ല നാളിതേവരെ. അപ്പോൾ ആ ആർഗ്യുമെന്റിന്റെ വാലിഡിറ്റി എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവില്ല. കാരണം 2019 കൂടി പൊതുനയം മാറി. നമ്മുടെ രാജ്യത്ത് കരിമണൽ ഖനനം നടത്തുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമാണ് എന്ന നില വരുമ്പോൾ KREMLുമായി ബന്ധപ്പെട്ട AK ആന്റണി സർക്കാരിൻ്റെ കരാർ റദ്ദ് ചെയ്യാൻ പിണറായി വിജയൻ എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യത്തിൻ്റെ സാങ്കത്യം എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം 2019 ശേഷം അത് സാധ്യമല്ല എന്നുള്ളതാണ്. ആ ആർഗ്യുമെന്റ് പോലും ഒരു ഫ്ലോ ആർഗ്യുമെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിലവിൽ എല്ലാ കാര്യങ്ങളും പിന്നെ പറയുന്നത് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ഓഫ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഓഫ് CMRL ബിഫോർ ഇന്ററിം ബോർഡ് ഓഫ് സെറ്റിൽമെന്റ് കനോട്ട് ബി യൂസ്ഡ് ടു കണ്ടന്റ് ദാറ്റ് ദോസ് ഹു റിസീവ് ദ പേയ്മെന്റ് ഹാവ് ഫേവർഡ് CMRL. അതായത് ഈ CMRLലെ ഫിനാൻസ് ഓഫീസറുടെ ഈ സമ്മതം, ഈ പറഞ്ഞിരിക്കുന്ന കുറിപ്പുകളിൽ പറഞ്ഞിരിക്കുന്ന പേരുകളൊന്നും തന്നെ ഇതിൽ തെളിവുകളായിട്ട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതോടുകൂടി 5 പ്രധാനപ്പെട്ട ആർഗ്യുമെന്റുകളും പൂട്ടിപ്പോയി എന്നുള്ളതാണ്. അതാണ് എൻ്റെ സംശയം. മാത്യു കുഴൽനാടൻ ഇതൊരു പ്രാഥമിക, ഒരു കോമൺ സെൻസ് ആണ്, ഒരു കോമൺ ലോജിക്ക് കൊണ്ട് പോലും നിലനിൽക്കില്ല, പ്രാഥമികമായി പോലും ഈ കേസ് നിലനിൽക്കില്ല എന്ന് എല്ലാവർക്കും ബോധ്യമാവുന്ന ഒരു കേസിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാത്യു കുഴൽനാടൻ ഒരു നീക്കം നടത്തിയത്? ഞാൻ മനസ്സിലാവുന്നത് മാത്യു കുഴൽനാടൻ വാസ് ഫ്രസ്ട്രേറ്റഡ് ആ സമയത്ത്. കാരണം മൂന്നാർ കേസ് നിൽക്കുന്ന സമയമാണ്. മൂന്നാറിൽ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണമുണ്ട്. 50 സെന്റോളം ഭൂമി അനധികൃതമായി അദ്ദേഹം കൈവശം വെച്ചിരിക്കുന്നു തുടങ്ങിയ വലിയ ചർച്ചകൾ നടക്കുന്ന സമയമാണ്. CPMന്റെ ആരോപണമാണ്. അതിൽ പിന്നീട് അദ്ദേഹം നടത്തിയ ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് താൻ സർക്കാർ ഭൂമി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി താൻ മതിലൊക്കെ കെട്ടി, വേലിയൊക്കെ കെട്ടി സൂക്ഷിച്ചു, തൻ്റെ ഭൂമിയോട് ചേർത്തു വെച്ചു എന്ന് മാത്രമാണ്. അത് താൻ ഒരിക്കലും ക്ലെയിം ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു മാത്യു കുഴൽനാടൻ്റെ അന്നത്തെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്. നമ്മളത് മാത്യു കുഴൽനാടനെ വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷേ മാത്യു കുഴൽനാടൻ പ്രാഥമിക ഒരു കോമൺ സെൻസ് പോലും വർക്ക് ചെയ്യാത്ത രീതിയിലാണ് കേസിന് പോയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് മാത്യു കുഴൽനാടൻ തലമുടി നാരിഴയ്ക്ക് രക്ഷപ്പെട്ടു, കോൺഗ്രസിന് രക്ഷപ്പെട്ടു എന്നാണ്. ഇതിൽ വിജിലൻസ് ഉത്തരവ് ഇട്ടിരുന്നു. ശുക്ലയുടെ ഓർഡറിന് വിരുദ്ധമായ രീതിയിൽ ഹൈക്കോടതിയിൽ ഉത്തരവിട്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? രമേശിന് തലമൊഴി നൽകേണ്ടി വരും, ഇബ്രാഹിം കുഞ്ഞ് മൊഴി നൽകേണ്ടി വരും, PK കുഞ്ഞാലിക്കുട്ടി മൊഴി നൽകേണ്ടി വരും. ഹൈക്കോടതി എന്തിനാണെന്ന് അറിയില്ല, പക്ഷേ ഇതിലൊരു 2 വരി അത് ഇട്ട് വെച്ചിട്ടുണ്ട്. മറ്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ പേരുമുണ്ട്, അതിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത്. അത് മറ്റേ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ലോവർ കോർട്ടിന്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആരോപണം തള്ളിക്കൊണ്ടുള്ളൊരു ഭാഗത്താണ് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഇനി മാത്യു കുഴൽനാടന് മുന്നിലുള്ള വഴി ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന്, KMMലും CMRലും തമ്മിൽ ഇടപാടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ, ഇൽമനേറ്റ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടി എന്നൊരു രേഖ, ഈ തോട്ടപ്പള്ളി എനിക്കൊന്ന് പൊഴിയിലാണെന്ന് തോന്നുന്നു അല്ലേ, ഈ പ്രളയം നടക്കുന്ന സമയത്ത് മണൽ നീക്കിയത് ഇതിനുവേണ്ടിയാണ് എന്ന് തെളിയിക്കുന്ന രേഖ. പക്ഷെ അപ്പോഴും KMMലും CMRലും തമ്മിലുള്ള രേഖ ഉണ്ടെങ്കിൽ മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ. അത് IRELലാണ് മണ്ണ് കൊടുക്കുന്നത്, നേരിട്ട് CMRLല്ല മണ്ണ് കൊടുക്കുന്നത്. അതേപോലെ KERLന് മണ്ണ് കൊടുത്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖ, ഇനി ലാൻഡ് സീലിംഗുമായി ബന്ധപ്പെട്ട് KERLന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കേരള സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു രേഖ, അത് എക്സെംപ്റ്റ് ചെയ്യാനായിട്ട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടൊരു രേഖ. ഇനി മാത്യു കുഴൽനാടൻ അന്ന് പത്രസമ്മേളനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ, വ്യവസായ വകുപ്പിനോട് ഫയൽ ആവശ്യപ്പെട്ട് ഫയൽ താമസിപ്പിച്ചതിന് കിട്ടിയ പ്രത്യുപകാരമാണ് എന്ന് പറയുന്നു. ഞാനത് കേട്ടിട്ടില്ല ഇന്നവരെ. ഒരു ഫയൽ താമസിപ്പിക്കുന്നതിന് എന്തെങ്കിലും ആനുകൂല്യം അതിൽ കിട്ടുമോ എന്നുള്ള ഒരു തീരുമാനം എടുക്കണ്ടേ നിങ്ങൾക്ക് അതിനകത്ത്? ആ തീരുമാനമാണെങ്കിൽ വരുന്നത് എതിരായിട്ടാണ് താനും. അതുകൊണ്ട് ഒരു ഘട്ടത്തിലും നിലവിൽ ഇത് പറയാൻ കഴിയില്ല. ചുരുക്കത്തിൽ കോൺഗ്രസിനെ പറയിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്നുള്ളതാണ് ഇതിനകത്ത് എൻ്റെ ടേക്ക്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് ഇനി SFIO ഈ വിഷയത്തിൽ എന്ത് കണ്ടെത്തുന്നു എന്നുള്ളതാണ്. SFI പക്ഷേ നടത്തുന്ന അന്വേഷണത്തിനും ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ CPM ഉയർത്തുന്ന ആരോപണം. ഇതിൽ കൗതുകകരമായ മറ്റൊരു രാഷ്ട്രീയ വിഷയമുള്ളത്, നേരത്തെ ഇതൊരു പൊളിറ്റിക്കൽ വിഷയമായിട്ട് CPM സമീപിച്ചിരുന്നില്ല. ഇത് 2 സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്ന മട്ടിലാണ് ഇതിനെ ആദ്യം CPM വിവക്ഷിച്ചിരുന്നത്. പിന്നീട് ആക്രമണങ്ങൾ കടുക്കുന്ന പശ്ചാത്തലത്തിലാണ് CPM കൂട്ടപ്രതിരോധത്തിനിറങ്ങുന്നത്. ഇന്ന് ഈ ഒരൊറ്റ ജഡ്ജ്മെന്റിന്റെ പുറത്ത് VD സതീശൻ മാത്രം മാത്യു കുഴൽനാടനൊപ്പം നിൽക്കുമ്പോൾ, അഥവാ വളരെ തൊട്ടുപോയതാണ് അല്ലേ, വളരെ സട്ടിലായി ഒന്ന് തൊട്ടുപോയി, ഒന്ന് തൊട്ടുപോകുന്നു
എന്ന് മാത്രം, മാത്യു കുഴൽനാടനെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഒരു പ്രതികരണം നടത്തി പോകുന്നു എന്ന് മാത്രം. പക്ഷേ അതേസമയത്ത് CPM ക്യാമ്പിൽ നിന്ന് കൂട്ടപ്രതിരോധമാണ് തീർത്തിരിക്കുന്നത്. AK ബാലൻ വരുന്നു, അതിനുശേഷം EP ജയരാജ് വരുന്നു. EP ജയരാജ് പറഞ്ഞ എന്താ, ശല്യക്കാരനായ വ്യവഹാരിയായിട്ട് മാത്യു കുഴൽനാടനെ പ്രഖ്യാപിക്കണം എന്ന് പറയുന്നു. MV ഗോവിന്ദ മാഷ് പറയുന്നത് മഴവിൽ സഖ്യങ്ങളുടെ ഗൂഢാലോചനയാണ് എന്ന് പറയുന്നു. അങ്ങനെ CPM കൂട്ടത്തോടെ മുഖ്യമന്ത്രിയോടൊപ്പം പ്രതിരോധം തീർക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഇപ്പോഴും നമുക്ക് മനസ്സിലാവാതെ പോകുന്നത് ഇതിലെവിടെയാണ് അഴിമതി നടന്നത് എന്നുള്ളത് രേഖാമൂലം സമർത്ഥിക്കാൻ മാത്യു കുഴൽനാടന് കഴിഞ്ഞിട്ടില്ല. ചുരുക്കത്തിൽ മാസപ്പടി മാത്യു കുഴൽനാടന് ഇതിനോടൊപ്പം സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് ആയിട്ട് കൊടുക്കാൻ കഴിയുമായിരുന്നത്, മാത്യു കുഴൽനാടന് ഈ ഹൈക്കോടതിയിലേക്ക് പോയപ്പോൾ അതിനുള്ളിൽ കൂടെ ഒരു സപ്ലിമെന്റിംഗ് ഡോക്യുമെന്റ് ആയിട്ടെങ്കിലും വെക്കാൻ കഴിയുമായിരുന്നത് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു മറുപടിയുണ്ട്. അത് കൊടുത്തിരുന്നെങ്കിൽ ശരിക്കും ഈ തുണ്ടുകടലാസ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി മാത്യു കുഴൽനാടന്റെ വാദങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പ്രാമുഖ്യം കിട്ടിയേനെ എന്നതാണ് എൻ്റെ ഒരു ഹമ്പിൾ ടേക്ക്. കാരണം CMRL എക്സാലോജിക് ഇടപാടിൽ 185 കോടിയുടെ അഴിമതി കണ്ടെത്തി എന്നാണ് 185 സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൽ ഇങ്ങനെ കണ്ടെത്തി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. അത് CMRLന്റെ ഹർജിയിലാണ് ഈ റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. ആ റിപ്ലൈ വേണമെങ്കിൽ മാത്യു കുഴൽനാടൻ ഇവിടെ കോട്ട് ചെയ്യാമായിരുന്നു. കാരണം അത് ഒഫീഷ്യലി കേന്ദ്ര സർക്കാർ ഒരു ഡോക്യുമെന്റായി ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അതിൽ CMRL മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയുടെ കമ്പനിയായ എക്സാലോജിക്ക് ചെയ്യാത്ത സേവനങ്ങൾക്ക് പ്രതിഫലം നൽകി എന്നുള്ള പരാതിയിലാണ്, ഷോൺ ജോർജിന്റെ അടക്കമുള്ള പരാതിയിലാണ് SFIO അന്വേഷണം നടത്തുന്നത്. അപ്പോൾ അത് ഈ സമാന രീതിയിൽ, പക്ഷേ മാത്യു കുഴൽനാടൻ ഒറ്റയ്ക്ക് ക്രെഡിറ്റ് അടിക്കാനായിട്ടുള്ള ഒരു നീക്കത്തിൽ എന്ന പോലെ ഈ മറ്റൊരു വഴിയിലൂടെയാണ് അത് പോയിരിക്കുന്നത്. SFIOയെ കൂട്ടുപിടിക്കുന്നില്ല, അല്ലെങ്കിൽ SFIOയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന ഫൈൻഡിങ്സ് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്നത് ഈ വർഷം ജനുവരിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതടക്കം കോട്ട് ചെയ്യാമായിരുന്നു, പക്ഷേ അതിലേക്ക് അദ്ദേഹം പോയിട്ടില്ല. ഇതിൽ ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി, ഇതെല്ലാം ഈ CMRL SFIOയുടെ അന്വേഷണം അവസാനിപ്പിക്കണം, സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ മൂവ് ചെയ്തത്. പക്ഷേ അതിനെതിരെ കൊടുത്തിരിക്കുന്ന റിപ്ലൈ, അത് കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന ആ റിപ്ലൈയിലാണ് അഴിമതി നടന്നു എന്നുള്ളത് ആരോപിച്ചിരിക്കുന്നത്. ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി എന്ന് ഇതിൽ പറയുന്നുണ്ട്. അഴിമതി മറച്ചു വെക്കാനായിട്ടാണ് ഈ ചെലവുകൾ പെരുപ്പിച്ചു കാട്ടിയത്. CMRLന് നേരെ ഉയർന്നിട്ടുള്ള മറ്റൊരു ആരോപണം, ഈ വീണ തൈക്കണ്ടിയുടെ കേസ് അല്ലാതെ അഴിമതി മറച്ചു വെക്കുന്നതിന് വേണ്ടി ചെലവുകൾ, ഇല്ലാത്ത ചെലവുകൾ, അമ്പല കമ്മിറ്റികൾക്ക് അങ്ങനെ പലയിടങ്ങളിലേക്ക് പണം കൊടുത്തു എന്നുള്ള പെരുപ്പിച്ചു കാട്ടലുണ്ട്. അപ്പോൾ ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിയമവിരുദ്ധമായി കോടികൾ നൽകി, അതെല്ലാം കേന്ദ്ര സർക്കാരിനോട്. പക്ഷേ അത് കോട്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന PK കുഞ്ഞാലിക്കുട്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും എല്ലാം കൊടുത്ത പണവും അതിൻ്റെ അക്കൗണ്ടിൽ വരും. അതുകൂടി ചേർത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ റിപ്ലൈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ കക്ഷികളോടും വാദം എഴുതി നൽകാനായിട്ട് കോടതി അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ അഴിമതി പണം കണക്കിൽപ്പെടുത്തി ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ റിപ്ലൈ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ആ മറുപടിയിൽ മറ്റേ കാര്യം കൂടി ഉള്ളത് കൊണ്ടാകും അത് കോട്ട് ചെയ്യാതിരുന്നത്. ഇതിൽ എനിക്കൊരു സംശയമുള്ളത്, വീണയുടെ മാത്രമല്ലല്ലോ 185 കോടി എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുള്ളത്, SFIO ഇനിയും അന്തിമ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. SFIO കൊടുക്കാത്തതിൻ്റെ കാരണമായി പറയുന്നൊരു കാര്യം, SFIO നിലവിൽ 122 പ്രകാരമാണല്ലോ, രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരം 122 പ്രകാരമാണ് ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ 122 പ്രകാരം അന്വേഷിക്കണമെങ്കിൽ നിലവിൽ ഈ CMRL എന്ന് പറയുന്ന കമ്പനിയിലെ ഡയറക്ടർമാരെ CMRL കളിപ്പിച്ചു എന്നുള്ളൊരു ആരോപണം ഉണ്ടാവണം. അങ്ങനെ ആരോപണമില്ല. അത് KSIDC ചെയർമാന് പോലും അങ്ങനെ ആരോപണമില്ല. KSIDC ഇതിനകത്തൊരു നോമിനേറ്റഡ് ആയിരിക്കുന്ന ഡയറക്ടറാണ് CMRLന്റെ. ഇത് അങ്ങ് പറഞ്ഞതുപോലെ 13% ഷെയർ ഉണ്ട്. പക്ഷേ KSIDCയിലെ ഡയറക്ടർക്ക് പോലും അങ്ങനെ ആരോപണമില്ല. അപ്പോൾ ഈ അവിടെയാണ് ഈ ഒത്തുകളി ആരോപണം ഉയരുന്നത്. അവിടെയാണ് ഈ പരാതിയിൽ, ഷോണിന്റെ പരാതിയിലടക്കം പറയുന്ന ഒത്തുകളി എന്ന് പറയുന്നത്, KSIDCക്ക് 13% ഷെയറുള്ള കമ്പനിയിൽ ഈ കണക്ക് പെരുപ്പിച്ച് കാട്ടി ഇത്രയും വക മാറ്റുമ്പോഴേക്കും അതിന്റെ നഷ്ടം ആത്യന്തികമായി ഇപ്പുറത്തേക്കും വരുമല്ലോ. ഷെയർ ഹോൾഡേഴ്സിന് എല്ലാവർക്കും ആ നഷ്ടം നേരിടേണ്ടി വരും. KSIDC 30% ഹോൾഡ് ചെയ്യുന്ന KSIDCക്കും ആ നഷ്ടത്തിന്റെ ഒരു ഭാഗം, അവർക്കും ആ നഷ്ടം നേരിടേണ്ടി വരുന്നുണ്ട്. എന്നിട്ടും KSIDC എന്തുകൊണ്ട് സൈലന്റ് ആകുന്നു? അവിടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഡീലിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഒന്ന് IT ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ തൊട്ടടുത്ത് പറയുന്നുണ്ട്, ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഇത് മറ്റേതെങ്കിലും കോടതി വ്യവഹാരങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അത് ഫൈനലാണ്. ആ സെറ്റിൽമെന്റ് ഹൈക്കോടതി IT വകുപ്പിന് ഇനി കേസെടുക്കാൻ പറ്റൂല. IT വകുപ്പിന് കേസെടുക്കാൻ പറ്റുന്നില്ല. ഇത് സെറ്റിൽ അത് ഒരു കോമൺ സെൻസ് ഉള്ള ചോദ്യമാണ്. അപ്പം നമ്മുടെ പാനലിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാമെങ്കിൽ പറഞ്ഞാൽ മതി. 1,72,00,000 രൂപ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ പോലെ വീണ വിജയന് കൊടുത്തു. അത് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റും കൺസൾട്ടൻസി വഴിയുമാണ് കൊടുത്തത് 2017 മുതൽ 20 വരെ. അതുമായി ബന്ധപ്പെട്ടൊരു ടാക്സ് ഇളവിന് വേണ്ടിയിട്ട് CMRL അപ്ലൈ ചെയ്യുന്നു. എക്സാലോജിക്ക് അല്ല അപ്ലൈ ചെയ്തിരിക്കുന്നത്. എക്സാലോജിക്ക് GST കൊടുത്തിട്ടുണ്ട്, കൃത്യമായിട്ട് പ്രൊഫഷണൽ ടാക്സ് CMRL തെളിവുകളെല്ലാം പുറത്തു വന്നു. അപ്പോൾ ആ കാര്യത്തിൽ എക്സാലോജിക്കിൻ്റെ ഭാഗത്ത് വീഴ്ചയില്ല. CMRL ടാക്സ് ഇളവിന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് IT ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടെത്തുന്നു ഇത് നിങ്ങൾ ചെയ്യാത്ത സേവനത്തിന് കൊടുത്തിരിക്കുന്ന പ്രതിഫലമായിട്ട് ITക്ക് തോന്നിയത് കൊണ്ട് IT അതിന് പിഴയിടാൻ ആവശ്യപ്പെടുന്നു. ഒരു പക്ഷേ പിഴ അടച്ചിട്ടുണ്ടാവും, എനിക്ക് 25 കോടി അത് സെറ്റിൽ ചെയ്തു.
ആ സെറ്റിൽ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു വ്യവഹാരവും ഇനി നടത്താൻ നടക്കില്ല. പറ്റില്ല. സുപ്രീം കോടതി ITS order ഉണ്ട്. അവസാനിച്ചു. അങ്ങനെ സുപ്രീം അവിടെയാണ് കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്. അവിടെയാണ് ആ ഒരു വരി, ആ ഒരു വരിയാണ്, അതായത് വൈ വീണ ഗോട്ട് ദിസ് മച്ച് മണി. അതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടെയാണ് മറ്റൊരു അതാണ്. അങ്ങനെ പ്രൊമിനന്റ് പൊളിറ്റീഷ്യന്റെ മകൾക്ക് ഇത് കൊടുത്തു എന്ന് ഇന്ത്യൻ സെറ്റിൽമെന്റ് എഴുതുന്നതിന് മുൻപ് CM ഈ എക്സാലോജിക്കിനോട് ഒരു വരി ചോദിക്കണ്ടേ? എന്നെ കുറിച്ചാണ് നിങ്ങൾ റിപ്പോർട്ടിൽ എഴുതി വെക്കുന്നത്. അല്ല, അത് അതിന്റെ കേസിൽ അത് ബാധകമല്ല. അങ്ങനെയാണെങ്കിൽ കേസിൽ പിണറായി വിജയനെ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിഗ്നിറ്റി. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ടല്ലോ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്. ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്. അപ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളൂ ഉണ്ണി. പക്ഷേ എൻ്റെ സംശയം ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് പിണറായി വിജയനെ അതിനകത്തേക്ക് ഇംപ്ലൈ ചെയ്യാനുള്ള ഗൂഢനീക്കമുണ്ട് എന്ന് CPM ആരോപണം ഉണ്ടാവുന്നത് ഈ ഘട്ടത്തിലാണ്. കാര്യം CMRL-ലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ പിണറായി വിജയൻ കക്ഷിയല്ല. ഒന്ന് CMRL-ലും KMM-ലുമായിട്ട് കോൺട്രാക്റ്റ് ഇല്ല. CMRL-ന് KSIDC-യുമായിട്ടാണ് ഷെയർ ഉള്ളത്. KSIDC ഇതിനകത്ത് എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു ആരോപണം ആ ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൽ ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രൊമിനൻ്റ് പൊളിറ്റീഷ്യൻ്റെ മകൾക്ക് കൊടുത്തിരിക്കുന്ന പണം എന്ന രീതിയിൽ ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ വരിക, അതും അവരോട് ചോദിക്കാതെ? സോ ഇതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം. അല്ല, ആ പൊളിറ്റിക്കൽ ക്വസ്റ്റിന് മറുപടി പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മളല്ല, അതിന് മറുപടി പറയേണ്ടത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഷുഡ് ടേക്ക് അപ്പ് ദിസ് മാറ്റർ ടു ദി സുപ്രീം കോർട്ട്. അവിടെയാണ് ക്ലീൻ ചിറ്റ് വേണ്ടത്. ഇനി മാത്രമല്ല, ഇനിയിപ്പോൾ ഈ SFIO അന്വേഷിക്കുന്നുണ്ടല്ലോ, ഈ SFIO അന്വേഷിച്ചാൽ SFIക്ക് FIR വിടാനുള്ള റൈറ്റ് ഇല്ല കേട്ടോ. അവർക്കൊരു കാര്യം ഇല്ല. SFIO അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ആ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൊടുക്കാം. ദെൻ ദി കോർപ്പറേറ്റ് മന്ത്രാലയമാണ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. അതിന്റെ പുറത്ത് ഒരു FIR ഇട്ടാൽ ഇടണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുന്നത് ഈ പറയുന്ന പിന്നെ അത് മാത്രമല്ല, അല്ല കോർപ്പറേറ്റ് മന്ത്രാലയം ഈ പറയുന്ന ഇതൊരു ഫാക്ട് ഫൈൻഡിങ് മിഷൻ മാത്രമാണ് SFIO. ആ ഫാക്ട് ഫൈൻഡിങ് മിഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേറ്റ് മന്ത്രാലയം തീരുമാനിക്കുകയാണ് ദിസ് ഹാസ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് എന്ന് തീരുമാനിച്ചാൽ ഒന്നുകിൽ CBIക്ക് കൊടുക്കണം, അല്ലെങ്കിൽ EDക്ക് കൊടുക്കണം. ഓൾറെഡി ED വന്നു. അല്ല, ഇതിനകത്ത് അതായത് ഇത് അക്കൗണ്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ SFIO ഇവിടെ അന്വേഷണ പരിധിയിലേക്ക് മറ്റു കാര്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 185 എന്ന് പറയുന്ന സമ്മിലേക്ക് എത്തുന്നത്. 1.72 മാത്രമല്ല, മൊത്തം പിഴ അടച്ചത് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ്. നമ്മളിൽ എന്താണ് പല മാധ്യമ പ്രവർത്തകർ പല ദേവാലയങ്ങൾക്ക് 135 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെയൊക്കെ ഡീറ്റെയിൽ അടക്കമാണെന്ന് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ സ്റ്റേറ്റ് റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. അതിനെല്ലാം കൂടി പിഴ അടച്ചുകൊണ്ടാണ് ആ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയിരിക്കുന്നത്. ഇനി അത് IT ബോർഡ് റിപ്പോർട്ട് ചെയ്യാൻ SFIO പറയുന്ന വേറെ കാര്യമുണ്ട്, നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷന് പണം കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അതായത് SFIO വന്നിട്ട് 2 റെയ്ഡ് നടന്നല്ലോ, CMRL നടന്നു, ഈ പറയുന്ന 135 crores എന്ന് പറയുന്നത് അത് ഇവരുടെ അസറ്റാണ്. CMRL 2013-14 2020 അതിനിടയിൽ അവർക്ക് സ്വത്ത് സമ്പാദനമാണ്. അപ്പോൾ അത് ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലാണ്. അതിന്മേലാണ് ലാഭത്തിനൊരു വിഹിതം KSIDCക്കും കിട്ടിയിട്ടുണ്ട്. അതെ, 13%. ഇതിൽ ഫൈനൽ റിപ്പോർട്ട് SFIOയുടെ BJP ഈ കാര്യത്തിൽ തീരുമാനം എടുക്കും. BJP തീരുമാനം എടുക്കുമ്പോൾ ജന്മഭൂമിയിലേക്ക് പോകും. അതെ, കാരണം വെച്ചാൽ ഈ SFIO അവരുടെ റിപ്പോർട്ട് കൊടുക്കും. ഞാൻ വിചാരിക്കുന്നില്ല SFIOയ്ക്ക് അല്ല, അതുകൊണ്ടല്ല SFIOയ്ക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനമായിട്ടുള്ള ഈ ITയുടെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഈ പറയുന്ന ക്വാസി ജുഡീഷ്യൽ ബോഡി എടുത്തിരിക്കുന്ന ഒരു കാര്യത്തിനെതിരായിട്ട് റിപ്പോർട്ട് അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് അവർ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കോർപ്പറേറ്റ് മന്ത്രാലയം, അതായത് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ നിന്ന് തീരുമാനം എടുക്കുന്നു. അത് അവർ മുഹൂർത്തം നോക്കി കാത്തിരിക്കുകയാണ്. അടുത്ത ഇലക്ഷന് മുമ്പ് ഒരു റിപ്പോർട്ട് വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ നമുക്ക് ചർച്ച ഇങ്ങനെ അവസാനിപ്പിക്കാം. പ്രതിപക്ഷം പ്രതിരോധത്തിലോ എന്ന ചോദ്യത്തിന് 3 പേരുടെയും അഭിപ്രായം യേസ് തന്നെയാണ്. Meet the editors.